നമ്മുടെ ഒരു സഹോദരൻ, നല്ലൊരു സഹോദരനാണ്. ആ സഹോദരന്റെ കല്യാണത്തിന് പോയ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ സഹോദരന്റെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ ഇരുന്നിട്ട് മൂക്കുറ്റി ഉറക്കാന്ന് വെച്ചാൽ ഉറങ്ങി വീണു. അദ്ദേഹത്തിന്റെ കല്യാണം നടക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാതെ വന്ന മനുഷ്യനാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഫ്ലൈറ്റിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എയർപോർട്ടിലൊക്കെ കുറേ ഡിലേ ആയി, അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കല്യാണത്തെക്കുറിച്ച് ആളുകൾ പറയുന്നു, പ്രസംഗിക്കുന്നു, ഭാര്യ എടുത്തിരിക്കുന്നു, ഇദ്ദേഹം ഉറങ്ങി വീഴുന്നു. അങ്ങനെ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ആ മാതൃക ഏതായാലും നിങ്ങൾ പിൻപറ്റണ്ട. നമുക്ക് വളരെ ജാഗരൂകരായിട്ടിരിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിക്കാനായിട്ട് പോകുന്നത്, പുരുഷൻ ആരാണ്, സ്ത്രീ ആരാണ്, പുരുഷത്വം സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം വിവാഹവേദിയിലേക്ക് നിങ്ങൾ പോവുകയാണ്, തയ്യാറെടുക്കുകയാണ്. അപ്പോൾ വിവാഹവേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹം എന്ന അത്യുന്നതമായ ഒരു ജീവിത അന്തസ്, അതൊരു കത്തോലിക്ക പ്രയോഗമാണെങ്കിലും രസകരമായിട്ടുള്ള വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീവിത അന്തസ് എന്നാണ് പറയുന്നത്. ഒരു ജീവിതത്തിന്റെ ഒരു അന്തസ്സിലേക്ക്, ഒരു പുതിയ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ ആരാണ് പുരുഷൻ, ആരാണ് സ്ത്രീ എന്നുള്ള ആ ചോദ്യത്തിന് നല്ല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ ഉത്തരങ്ങൾ ഇല്ല എന്നൊന്നും ഞങ്ങൾക്ക് ധാരണയില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ഉത്തരങ്ങൾ തന്നെയുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആളുകളാണ്. ബൈബിളിന്റെ ലോകവീക്ഷണം ഉൾക്കൊണ്ട് തന്നെ ബൈബിളിന്റെ വിശാലമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പുരുഷത്വത്തെക്കുറിച്ചും സ്ത്രീത്വത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ആ ചിന്തകൾ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കാനും ഒന്നുകൂടി ഉറപ്പിക്കാനും അത് തന്നെയാണ് സത്യം എന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് ഈ സത്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും, എല്ലാ പുതിയ കാര്യങ്ങളും, നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കേട്ടതും പഠിച്ചതും ബൈബിൾ അത്യാവശ്യം ശ്രദ്ധിച്ച് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും ഉള്ള സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആശയങ്ങളാണ്, ധാരണകളാണ്, അല്ലാതെ വെറും സങ്കല്പമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ധാരണയാണ് നമ്മളിപ്പോൾ ഇവിടെ പകരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒപ്പീനിയൻ ആണല്ലോ, ട്രെൻഡല്ലേ. എന്താണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരിൽ നിന്ന് ഒരു ഒപ്പീനിയൻ ചോദിച്ചു നോക്കാം. എന്താണ് സ്ത്രീയെക്കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ സ്ത്രീയെക്കുറിച്ച്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഉള്ള സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? പൊതുവിൽ കേൾക്കുന്ന, നമ്മൾ കേൾക്കുകയും കാണുകയും ആളുകളുടെ അടുത്ത് നിന്ന് പറയുകയും ചെയ്യുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും കുറച്ചൊരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു മുഖം കുറച്ച് കഴിഞ്ഞ് ഫെയർ ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഫെയർ ആയിട്ട് ഭയങ്കര വെളുത്തിട്ട് വരും. അപ്പം ഇത് ഇപ്പോൾ അതേ പ്രശ്നം തന്നെയാണ്. എന്നാല് എന്റെ ഡാഡി, ഒരു 10-30 വർഷം മുമ്പ് എന്റെ ഡാഡി പറഞ്ഞത് അന്നും ഇതേ പ്രശ്നം തന്നെയാണ്. അപ്പം ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ്, ഒരു സാധാരണയായിട്ട് പുരുഷന്മാര് ഇങ്ങനെ ആയിരിക്കണം സ്ത്രീ എന്നതില് വലിയ വ്യത്യാസങ്ങളൊന്നും ഇപ്പൊ വന്നിട്ടില്ല. ഒരു പൊതുസങ്കല്പം എന്ന് പറഞ്ഞാല് മെലിഞ്ഞ പെൺകുട്ടിയായിരിക്കണം, പിന്നെ നല്ല വെളുത്തിട്ടായിരിക്കണം, നല്ല സിൽക്ക് പോലെയുള്ള മുടി ഉണ്ടായിരിക്കണം. അതിലൊന്നും വലിയ മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. അതിന്റെ ഒരു കാരണം പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റേഴ്സ്, ഒപ്പോ ഫോണിലെ ഫിൽറ്റേഴ്സ്, അപ്പം അതിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാ പെൺകുട്ടികളും. അപ്പൊ അതിലൊക്കെ ഈ ഫിൽറ്റേഴ്സ് ആണ്. ഇപ്പം കൂടുതൽ ഡള്ളായിട്ട് ഇരിക്കാൻ ഒരു ഫിൽറ്റേഴ്സും ഇല്ല, കൂടുതൽ വെളുത്തിരിക്കാനായിട്ടാണ് എല്ലാ ഫിൽറ്റേഴ്സും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതുവരെ ഇല്ലാത്ത ഈ ബ്ലൂ, ഈ നീല കൃഷ്ണമണികള് അതുപോലും ഇപ്പൊ ഈ ഫിൽറ്റേഴ്സിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ കാണാനാണ്. അത് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആളുകൾ കാണാൻ. അപ്പം ഇപ്പോഴുള്ള സൗന്ദര്യ സങ്കല്പത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആളുകളുടെ പൊതു സൗന്ദര്യ സങ്കല്പത്തിന് പെൺകുട്ടികളെ വെളുത്തിരിക്കണം, ഒന്നുകൂടെ പറയാൻ സിൽക്ക് പോലെയൊക്കെ തലമുറ ഉണ്ടാവണം, പിന്നെ നല്ല മെലിഞ്ഞിരിക്കണം, അങ്ങനെ. പിന്നെ ഞാന് ശ്രദ്ധിച്ച ഒരു കാര്യം, പണ്ടത്തെ ഒരു സ്ത്രീ സങ്കല്പം എന്ന് പറഞ്ഞാല് എപ്പോഴും തല കുനിച്ച് ഒരു ധാവണി ആക്കിയിട്ട് മുടി പുറകിൽ തുളസിക്കതിര് മാറോടെ പുസ്തകമൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ നടന്നൊരു കൂടി പെൺകുട്ടി അന്നത്തെ പുരുഷന്മാരെ സങ്കല്പമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ
അത് ഞാൻ കണ്ട ഒരു വ്യത്യാസമാണ്. ഇന്ന് പക്ഷെ അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കുറച്ച് ബോൾഡായിട്ടുള്ള സ്വന്തം ഒപ്പീനിയൻസ് ഉള്ള സ്വന്തം നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള പെൺകുട്ടികളെയാണ് ആണുങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതൊരു ഒരു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരു മാറ്റമായിട്ട് ഞാൻ എൻ്റെ ഒബ്സർവേഷനാണ്. പക്ഷെ ബാക്കിയുള്ള ഈ തെറ്റായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ അത് അങ്ങനെയുള്ള പോലെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ്. പ്രത്യേകിച്ച് അത് കുറച്ചും കൂടി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഈ ഇൻസ്റ്റാഗ്രാംസും ഈ സോഷ്യൽ മീഡിയസും അതുപോലെയുള്ള ഈ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അത് ചെയ്യാൻ പറ്റാത്ത കുറച്ചും കൂടി ഇൻഫീരിയർ ആയി പോകുന്ന പോലെ ഒരു ഇതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, വളരെ സരസമായിട്ട് പോലെ അവതരിപ്പിച്ചു. ഇത് പൊതുവിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തു. അന്നത്തെ ഫെയർ ആൻഡ് ലെവൽ തന്നെ ഇന്നും തുടരുന്നു, അന്നത്തെ അതേ സൗന്ദര്യ സങ്കല്പങ്ങൾ തന്നെ ഇന്നും തുടരുന്നു എന്നുള്ള കാര്യമാണ്. നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ അഭിപ്രായം കൂടി കേൾക്കണ്ടേ? എന്താണ് അവരുടെ മനസ്സിലെ പുരുഷ സങ്കല്പം? അത് ഒരു വ്യക്തിയുടെ സങ്കല്പം നിങ്ങളൊക്കെ അങ്ങനെയാണ് ധരിക്കുന്നത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതാണ് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മുടെ ചുറ്റും വളരെ പ്രബലമായി നിൽക്കുന്ന ചിന്തകളാണ്. ആ ചിന്തകളെക്കുറിച്ചൊന്ന് കേട്ടാലോ? അപ്പോഴേക്കും സ്ത്രീ സങ്കല്പത്തിൻ്റെ രഹസ്യം ഇവിടെ ചുരുളഴിക്കാൻ സമയമെടുക്കുമ്പോഴേക്കും നമുക്കതൊന്ന് കേൾക്കാം, അല്ലേ? സിക്സ് പാക്ക് ജിമ്മിൽ പോണ ആളായിരിക്കണം, വളരെ ചെറിയ ചില ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അതെ, 6 പാക്ക് പോയിട്ട് 3 പാക്ക് പോലും ആക്കാൻ പെടുന്ന പാട് നമുക്കറിയാം, അല്ലേ? അന്നേരമാണ്. അപ്പൊ നമുക്ക് സ്ത്രീ സങ്കല്പത്തെ വർണ്ണിക്കുന്ന ഒരു പഴയ ഗാനം കേൾക്കാം. സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഈ ഗാനം അതിന്റെ എല്ലാ വർണ്ണഭംഗിയോടുകൂടിയും ഇവിടെ അവതരിപ്പിക്കുന്നു. This is a semi-classical performance. This is from the movie Abraham Lincoln. Okay, ആസ്വദിക്കാം. രാജമുഖി മൃഗരാജഗടി ഗജരാജ വിരാജിത മന്ദഗതി. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതാണ് സ്ത്രീയെ കുറിച്ച് കവി വർണ്ണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവളും സിംഹത്തെ പോലെ അരക്കെട്ടുള്ളവളും ഗജരാജനെ പോലെ അങ്ങനെ മന്ദം നടക്കുന്നവളുമായിട്ടുള്ള സ്ത്രീ. അങ്ങനെ വലിയ വിവരണമുണ്ട് താഴെ. അങ്ങനെ സ്ത്രീയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മനോഹരമായിട്ട് വരികളാണ്. അപ്പൊ ഇത് ഒരു പഴയ ഒരു കവിതയാണ്. അതില് അങ്ങനെ സൗന്ദര്യത്തിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണത് എന്ന് അവിടെ വിവരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളിപ്പോൾ കേട്ട പുരുഷ സങ്കല്പത്തെ കുറിച്ചുള്ള ഒരു ചിത്രം കൂടി കാണാം. The 3 main components of physical attraction are gender recognition, health, and the absence of features that meaningfully deviate from the norm. It's worth noting that when it comes to gender recognition, some may prefer a man with moderately masculine features for relationships and more strongly masculinized features for sex or procreation. So for gender recognition, men are taller than women on average, so taller men are generally preferred. Men have broader shoulders on balance, so that's preferred. All else being equal, men tend to be stronger, on average, so that's preferred as well. Masculine facial dimorphism is preferred. So what makes a face masculine? Men's faces appear to be more square, whereas women's faces appear to be rounder.
Men tend to have sharper features. Men tend to have stronger, larger, more defined jawlines. Men tend to have heavier brow ridges. Men's eye sockets are further apart, proportionally. Their eyebrows are larger, proportionally. Their noses are larger proportionally. Men's അതും അങ്ങനെ വലിയൊരു ലിസ്റ്റാണ്, അതങ്ങനെ തുടരുകയാണ്. അപ്പോൾ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. മാസ്കുലൈൻ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. മുഖത്തിൻ്റെ അളവുകൾ, ഷോൾഡറിൻ്റെ വലിപ്പം, നിങ്ങൾ പറഞ്ഞ പോലെ 6 പാക്ക്, അത്ലറ്റിക് ബോഡി തുടങ്ങിയ പല കാര്യങ്ങൾ. അപ്പോൾ ഇത് പൊതുവെ എല്ലാ മൃഗങ്ങളിലും അതേപോലെ മറ്റ് ജീവിവർഗങ്ങളിലൊക്കെ അവരുടെ മെയിൽ കാറ്റഗറീസിനെ സെലക്ട് ചെയ്യുന്നതിൽ, അതിനെ പ്രിഫർ ചെയ്യുന്നതിലൊക്കെ ഫീമെയിൽസിനെ സഹായിക്കുന്ന കുറേ നാച്ചുറലായിട്ട് ഘടകങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ അവർക്ക് അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ചുറ്റും കാണുന്ന പുരുഷ സ്ത്രീ സങ്കല്പങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം വളരെ ശക്തമാണ്. ആ ചിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നാം ഇന്ന് പറയുന്ന ഈ ബൈബിൾ പ്രകാരമുള്ള പുരുഷ സ്ത്രീ സങ്കല്പത്തിലേക്ക് വരാനും ആ സങ്കല്പത്തെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാനും. അപ്പോൾ ബൈബിൾ പ്രകാരമുള്ള പുരുഷനും സ്ത്രീയും ആരാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള ചിത്രമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ചിത്രങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചക്രവാത ചുഴി പോലെയാണ്. നമ്മളിപ്പോൾ അടുത്ത കേൾക്കാൻ തുടങ്ങിയ വാക്കാണ് ഈ ചക്രവാതം എന്ന വാക്കല്ലേ. മുമ്പ് ആ വാക്കില്ലായിരുന്നു, ഇപ്പോൾ പത്രങ്ങളിലൊക്കെ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പാതയിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ തട്ടിമറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശക്തിയുള്ള വീശിയടിക്കുന്ന ചുഴലിക്കാറ്റ് പോലത്തെ സംഭവത്തെയാണ് ചക്രവാതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ സൈക്ലോൺ അങ്ങനെ ചുറ്റും വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും. അതുകൊണ്ട് ശക്തമാണ്. അത് നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ ആശയങ്ങളെ ഒക്കെ തകർത്തെറിയാൻ മാത്രം ശക്തിയുള്ളതാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാത്ത എളുപ്പമല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇതുപോലൊരു സമൂഹത്തിന്റെ മധ്യത്തിലാണ്. അപ്പൊ ഇത്രയും ശക്തമായിട്ടുള്ള ചിന്തകൾ സ്ത്രീ പുരുഷ സങ്കല്പത്തെ കുറിച്ച് വെച്ച് പുലർത്തുന്ന, അതും വളരെ വികലമെന്നോ വളരെ ഉപരിപ്ലവമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിയായിട്ടുള്ള സങ്കല്പങ്ങൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കത് വേഗത്തിൽ ചിന്തിക്കാം. നമുക്ക് ആദ്യം പുരുഷൻ ആരാണ് എന്ന് ചിന്തിക്കാം. അപ്പൊ ഹൂ ഈസ് എ മാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആരാണ് ഒരു പുരുഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇവനൊക്കെ ഒരു ആണാണോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അവനെ കണ്ടാൽ ആണല്ല എന്ന് തോന്നിയിട്ടാണോ അവന് ചോദിക്കാറ്? അല്ലല്ലോ, അവന്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴാണല്ലേ. കയ്യിലിരിപ്പ് കാണുമ്പോഴാണ് ഇവരൊക്കെ ഒരു ആണാണോ എന്നൊരു ചോദ്യം ചോദിക്കാറ്. അത് പൊതുവെ സ്ത്രീകളാണ് ചോദ്യം ചോദിക്കുന്നത് ചില ആളുകളെ കാണുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ താടിയും മീശയും ചിലപ്പോൾ 6 പാക്കും 8 പാക്കും ഒക്കെ ഉണ്ടാവും അല്ലേ. ഫെയർ ആൻഡ് ലവ്ലി മുഖമൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മാസ്കുലിൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. മുഖമൊക്കെ സിമെട്രിക്കൽ ആയിരിക്കും, ഷോൾഡേഴ്സ് ഒക്കെ വളരെ ബ്രോഡായിരിക്കാം. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തൊരു ചോദ്യം വരും, ഇവരൊക്കെ ഒരു ആണാണോ എന്നൊരു ചോദ്യം വരും അല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ആണ് എന്നുള്ള സങ്കല്പം കേവലം ശരീരത്തിൻ്റെയോ ഫീച്ചേഴ്സിൻ്റെയോ മുഖത്തിൻ്റെയോ മീശയുടെയോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തിത്വവും സ്വഭാവവും പെരുമാറ്റവും ഇടപെടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വത്വവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അവനെ ആണാക്കി മാറ്റുന്നത്, അവനെ ഒരു പുരുഷനാക്കി മാറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര വിഷയവും, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഒരു പുരുഷ സങ്കല്പം? അത് ബൈബിൾ പ്രകാരമുള്ള പുരുഷ സങ്കല്പം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ചില തലക്കെട്ടുകളിൽ അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഹീസ് എ മാൻ ഓഫ് ഫൈറ്റ്. ഹീസ് എ മാൻ ഓഫ് ഫൈറ്റ്. ഹീസ് എ ഫൈറ്റർ അല്ലേ. ഫൈറ്റർ എന്ന് വെച്ചാൽ കണ്ട് കാണുന്ന എല്ലാവരും അടിച്ച് വീഴ്ച് തകർത്ത് പോകുന്ന മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവനൊരു യോദ്ധാവാണ്. അവനൊരു യുദ്ധക്കളത്തിൽ എന്ന പോലെ സജ്ജനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ ആരോട് ഫൈറ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ബൈബിൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന പുരുഷൻ അവൻ ശക്തനായ ഒരു പുരുഷനാണ്. അവൻ നേതാവായിട്ടുള്ള ഒരു പുരുഷനാണ്. നേതാവ് എന്ന് പറയുമ്പോൾ ഫൈറ്റർ നേതാവായിരിക്കണം അല്ലേ. പണ്ട് പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരുടെ വെടിയുണ്ടകൾ അധികം പുറകുവശത്ത് ഏറ്റെന്നാ പറഞ്ഞത്. നമ്മൾ ഇന്ത്യൻ പട്ടാളത്തെ മോശമാക്കി ചിന്തിക്കാമല്ലോ കേട്ടോ, കാരണം തിരിഞ്ഞോടിയപ്പോൾ കിട്ടിയ വെടിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പടമേടിച്ച് ഓടുന്ന ആളുകളാണ്. എന്നാൽ ഒരു നല്ല പുരുഷൻ നേരിട്ട് പടയുടെ മധ്യത്തിലേക്ക് ചെല്ലുന്ന ഒരു പുരുഷൻ, അവൻ നേതാവാണ്. അപ്പൊ പുരുഷൻ എന്ന വാക്കിന്റെ റൂട്ട് മീനിങ്, അതിന്റെ അർത്ഥം തന്നെ അവൻ അങ്ങനെ
എ പേഴ്സൺ ഹു ഓൾവേസ് സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. അവൻ 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 ഇരിക്കുന്നവനല്ല, അവൻ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. അവൻ മുന്നോട്ട് പോകുന്നവനാണ്. അവൻ മാറി നിൽക്കുന്നവനല്ല, അവൻ ഇടപെടുന്നവനാണ്. കണ്ടിട്ട് വെറുതെ നിൽക്കുന്നവനല്ല പുരുഷൻ, കണ്ടിട്ട് മാറി നിൽക്കുന്നവനല്ല, കണ്ടിട്ട് കാണാതെ പോകുന്നവനല്ല, ഇടപെടുന്നവനും നേതൃത്വം കാണിക്കുന്നവനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പുരുഷൻ. അപ്പോൾ ബൈബിളില് നമ്മൾ ഒരു യോദ്ധാവിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ദാവീദിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. പക്ഷെ ദാവീദിന്റെ സങ്കല്പത്തിൽ ഇതെല്ലാം ഉണ്ട്. ഒരു ഇടയനാണ്, ഒരു രാജാവാണ്, ഒരു യോദ്ധാവാണ്, സംരക്ഷകനാണ്. അങ്ങനെ ഒരു ചിത്രം നമുക്ക് കാണാം. അപ്പോൾ എല്ലാ നല്ല ഭാവങ്ങളുണ്ട്. ചുമ്മാ എല്ലാവരും കയറി തല്ലി വഴക്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളല്ല. നാട്ടിൻപുറത്തെ കള്ളുകുടിയന്മാരെ പോലെ നടക്കുന്ന ആളുകളല്ല. കണ്ട വഴിയിൽ പോകുന്ന ആളുകളൊക്കെ തെറി വിളിച്ച് ഇടയ്ക്ക് വരുന്ന ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോകുന്ന ഒരു യോദ്ധാവിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കൃത്യമായ കാരണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിലപാടുകൾ എടുക്കുകയും തന്റെ സാന്നിധ്യം അറിയിക്കുകയും മാറി നിൽക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പുരുഷൻ. അപ്പോൾ മാത്രമല്ല, അവൻ തന്റെ കുടുംബത്തിന്റെ, തന്റെ ഒപ്പമുള്ള ആളുകളുടെ പേസ് സെറ്ററാണ്. പേസ് സെറ്റർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ട്രെൻഡ് സെറ്റിങ്ങിനെ കുറിച്ച് കേൾക്കാറുണ്ടല്ലേ. ട്രെൻഡ് സെറ്റിംഗ് എന്ന് വെച്ചാൽ ചില നടന്മാരും ചില നടിമാരൊക്കെ ചില വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ ഒരു സിനിമയിൽ വരുമ്പോൾ അതൊരു ട്രെൻഡിങ് തരംഗമായിട്ട് മാറുന്നു. പിന്നെ എന്ത് ചെയ്യും, പിന്നെയുള്ള യുവാക്കളും യുവതികളൊക്കെ ആ ഡ്രസ്സ് ഇട്ട് വരുന്നു. അവർ ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു. എന്നാൽ ഒരു പുരുഷൻ അവന്റെ സമൂഹത്തിൽ, അവൻ ഇടപെടുന്ന സ്ഥലത്ത് ഒരു നല്ല പുരുഷൻ, ഒരു യോഗ്യനായ പുരുഷൻ, ബൈബിൾ പ്രകാരമുള്ള പുരുഷൻ, അവരുടെ താളം അവരാണ് തീരുമാനിക്കുക, അവിടുത്തെ വേഗത അവനാണ് തീരുമാനിക്കുക, അവിടുത്തെ ചിന്തകളെ നയിക്കുന്നവനാണ്, അവിടുത്തെ കാര്യങ്ങളുടെ മേൽ വലിയൊരു ഗ്രിപ്പുള്ള ആളാണ് പുരുഷൻ എന്ന് നമുക്ക് ചിന്തിക്കാം. അതേപോലെ തന്നെ യോദ്ധാവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹീസ് എ ഫൈറ്റർ, അറ്റ് ദ സെയിം ടൈം ഹീസ് എ മാൻ അണ്ടർ അതോറിറ്റി. എപ്പോഴും അവരുടെ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. അധികാരം വിട്ടുപോകുന്നവരാണ്. എത്ര ശക്തനായിട്ടുള്ള ജനറൽ ആയാലും, ജനറൽ എന്ന വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, പട്ടാളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് ജനറൽ. ജനറൽ എന്ന് വെച്ചാൽ ആ പട്ടാളത്തിന്റെ മുഴുവൻ നേതാവിനെയാണ് ജനറൽ എന്ന് വിളിക്കുക. ആ ജനറൽ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ജനറലേ ഉള്ളൂ. നമ്മുടെ ആർമിയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ. ബാക്കിയൊക്കെ ലെഫ്റ്റനന്റ് ജനറൽസ് ആണ്, ജനറൽമാരാണ്. അപ്പൊ ജനറൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കമാൻഡിനാണ് ഈ പട്ടാളം മുഴുവൻ കാതോർത്ത് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം കൽപ്പനകൾക്ക് അതീതനല്ല, അധികാരത്തിന് മുകളിലല്ല. അദ്ദേഹവും കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട മനുഷ്യനാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു സെഞ്ചൂറിയനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ശതാധിപനെ കുറിച്ച്. അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ വാക്കുണ്ട്. എന്താ കർത്താവിനോട് പറയുന്നത്? ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞു. വളരെ നല്ല രസകരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അധികാരിയാണ്, ഞാനൊരു ജനറലാണ്, എൻ്റെ കീഴിൽ പട്ടാളക്കാരുണ്ട്, ഞാൻ കമാൻഡ് ചെയ്യുമ്പോൾ അവർ വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷെ ഐ ആം ഓൾസോ എ മാൻ അണ്ടർ അതോറിറ്റി. എൻ്റെ മുകളിലും നിയന്ത്രണങ്ങളുണ്ട്, എൻ്റെ മുകളിലും അധികാരമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ, ഒരു യോദ്ധാവായിരിക്കുമ്പോൾ തന്നെ, ഒരു നേതാവായിരിക്കുമ്പോൾ തന്നെ ഞാൻ അധികാരത്തിന് കീഴിലുള്ളവൻ എന്ന് തിരിച്ചറിയുന്ന, അധികാരത്തെ ബഹുമാനിക്കുന്ന, അധികാര കേന്ദ്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് നമുക്ക് ചിന്തിക്കാം. അതേപോലെ തന്നെ അവന്റെ മറ്റൊരു പ്രത്യേകത, പട്ടാളക്കാരുടെ പ്രത്യേകത പോലെ, യോദ്ധാവിന്റെ പ്രത്യേകത പോലെ അവന്റെ പ്രത്യേകത, അവൻ ഈസ് എ മാൻ ഓഫ് സെൽഫ് കൺട്രോൾ. നല്ല സ്വയം നിയന്ത്രണമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പണ്ട് നമ്മുടെ കേരളത്തിലെ DGP പോലീസുകാർക്ക് ഒരു കർശനമായിട്ടുള്ള സർക്കുലർ കൊടുത്തു. എല്ലാവരുടെയും വയറ് കുറച്ച് കുറയ്ക്കണം. നമ്മുടെ പോലീസുകാരുടെ കുടവയറൊക്കെ ഇങ്ങനെ ചാടിയിട്ട് രാവിലെ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ബെൽറ്റ് ഒന്നും കാണുന്നില്ല, വയറിന്റെ താഴെയാണ് അവരുടെ ബെൽറ്റ്, എന്നിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വയറൊക്കെ കുറച്ച് രാവിലെ PT ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർക്ക് പിന്നെ വളരെ അധികം വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, പോലീസുകാരുടെ പണി വേറെ പല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും വലിയ പ്രശ്നമായിട്ട് കാണാറില്ല. എന്നാൽ പട്ടാളത്തിൽ നമുക്കറിയാമല്ലോ, പട്ടാളത്തിൽ പോയി ആളുകൾ അങ്ങനെയല്ല. അവരുടെ ചിട്ടകളും അവരുടെ തയ്യാറെടുപ്പുകളും അവരുടെ ഒരുക്കങ്ങളും ഒക്കെ എത്ര മാത്രമാണ് നമുക്കറിയാം. അവരെന്തോ ഒരു ശ്രദ്ധയോടെ അവരുടെ ശരീരത്തെ, അവരുടെ ഫിറ്റ്നസിനെ സൂക്ഷിക്കുന്ന മനുഷ്യനാണ്. ഒരു നല്ല പുരുഷൻ അവന്റെ സിക്സ് പാക്കിനെ മാത്രമല്ല, അവന്റെ ശരീരത്തെ, അവന്റെ ചിന്തകളെ, അവന്റെ മനോഭാവങ്ങളെ, അവന്റെ ഇടപെടലുകളെ, പെരുമാറ്റത്തെ ഒക്കെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരുവനാണ് നല്ല പുരുഷൻ. എന്തും ചെയ്ത് എന്തിലും കയറി തലയിട്ട് കുളമാക്കുന്നവനല്ല പുരുഷൻ. അവനെയാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഇവനൊരു ആണാണോ എന്ന ചോദ്യം വരിക. എന്നാൽ നല്ലൊരാണ്, നല്ലൊരു പുരുഷൻ, അവൻ സ്വയം നിയന്ത്രണമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു യോദ്ധാവിന്റെ ചിത്രം, ഒരു മാൻ ഓഫ് ഫൈറ്റ്, ഒരു ഫൈറ്ററുടെ ചിത്രം, അതാണ് നമുക്ക് ആദ്യമേ അതിനെക്കുറിച്ച് പറയാനുള്ള, പുരുഷ സങ്കല്പത്തെ കുറിച്ച് പറയാനുള്ള ചിത്രം അതാണ്. ഇനി രണ്ടാമത്തെ തലക്കെട്ട് എനിക്ക് പറയാനുള്ളത്, ഹീസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. ഫൈറ്റ് മാത്രമല്ല,
ഹീസ് ഓൾസോ എ മാൻ ഓഫ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിന്റെ പുരുഷനാണ്, വിശ്വാസമുള്ള പുരുഷനാണ്. വിശ്വാസം ദൈവത്തിന്റെ വചനവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം. ഒരു നല്ല പുരുഷൻ വിശ്വാസത്തിന്റെ പുരുഷനായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരോടും, എല്ലാ ഭാവി ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങളൊക്കെ നല്ല വിശ്വാസത്തിന്റെ പുരുഷന്മാരായി നിൽക്കണം. മാൻ ഓഫ് ഫെയ്ത്ത് ആയിട്ട് നിങ്ങൾ അറിയപ്പെടണം, വിശ്വാസമുള്ള പുരുഷന്മാർ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് സാമാന്യ ജ്ഞാനമുള്ള, ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കാനും അറിയിക്കാനും അതിന്റെ സത്യങ്ങൾ വേർതിരിച്ചറിയാനും അതിനു വേണ്ടി ശ്രമിക്കാൻ തയ്യാറുള്ള, അതിനുവേണ്ടി മെനക്കെടാൻ മനസ്സുള്ള പുരുഷന്മാരായിരിക്കണം നിങ്ങളൊക്കെ വചനത്തിന്റെ പുരുഷന്മാരായി നിൽക്കണം. നമുക്കറിയാം, ഒരു പിതാവിന്, ഒരു ഭർത്താവിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ദൈവവചനത്തിന്റെ ഡിസ്പെൻസറായിട്ട്, ദൈവവചനം പകർന്നു കൊടുക്കുന്നവരായിട്ട് നിൽക്കേണ്ട വലിയൊരു ചുമതലയുണ്ട്. ആ ചുമതല ഏറ്റെടുക്കാനായിട്ട് ഇന്നത്തെ പുരുഷന്മാർക്ക് ഭയങ്കര മടിയാണ്. കാരണം വെച്ചാൽ കുറച്ച് മെനക്കെട്ട പണിയാണ്, കുറച്ച് അധ്വാനമുള്ള പണിയാണ്. പലപ്പോഴും അല്പം സങ്കടത്തോടുകൂടി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പല ചെറുപ്പക്കാരും ദൈവത്തിന്റെ വചനത്തെ പഠിക്കാൻ മെനക്കെടാൻ തയ്യാറാവുന്നില്ല. കാരണം ഇന്നല്ല ഇൻസ്റ്റന്റ് ലോകമാണ് അല്ലെ. നമ്മൾ ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്യും, ഉടനെ കുറച്ച് സെർമൺസ് എടുത്ത് നോക്കും, എന്നിട്ട് അവിടെ ഇവിടെ തന്നെ കുറച്ച് കൂട്ടി ചെറുതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇല്ലെങ്കിൽ പണ്ട് കേട്ട വേറെ ഏതെങ്കിലും സെർമൺസ് ഒക്കെ അല്പം എന്താ പറയാ, ഒരു നമ്മുടേതാക്കി മാറ്റി അവതരിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്യുന്നു. പലപ്പോഴും കഥകൾ പറയുന്നു ഒക്കെയാണ്. പണ്ടൊക്കെ കുട്ടികളായിരുന്നു കഥ പറഞ്ഞത്. ഇന്ന് നല്ല വലിയ പുരുഷന്മാരാണ് കഥ പറയുന്നത്. കാരണം കഥ പറയാൻ എളുപ്പമാണ്, കാര്യം പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെയല്ല. നല്ല പുരുഷന്മാർ, നല്ല ആർജവമുള്ള പുരുഷന്മാർ, അവര് ദൈവവചനത്തിന്റെ ആളുകളാണ്. ദൈവവചനത്തെ പഠിപ്പിക്കുന്ന, അതിൽ സമയം ചെലവഴിക്കുന്ന, അവിടെ ബൈബിൾ തുറന്നു വെച്ച് അതിൽ താമസിക്കുന്ന പുരുഷന്മാർ, അവിടെ വാസമുറപ്പിക്കുന്ന പുരുഷന്മാർ, അവിടെ കൂടാനൊടിച്ച് താമസിക്കുന്ന ആളുകളായിട്ട് നിൽക്കണം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ദൈവവചനം പഠിപ്പിക്കുക. ഓഡി ബാക്കർ എന്ന് പറയുന്ന ഒരു പ്രാസംഗികനുണ്ട്. അദ്ദേഹത്തിന്റെ രസകരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇങ്ങനെയാണ്: വാട്ട് ഹി മസ്റ്റ് ബി ടു മാരി മൈ ഡോട്ടർ. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. വാട്ട് ഹി മസ്റ്റ് ബി ടു മാരി മൈ ഡോട്ടർ. അദ്ദേഹത്തിന് പെൺമക്കളുണ്ട്. എന്റെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് ചോദിച്ച് വരുന്ന പുരുഷനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആർ യു എ മാൻ ഓഫ് ഫെയ്ത്ത്? നീ ദൈവവചനത്തിന്റെ പുരുഷനാണോ? നീ ദൈവത്തിന്റെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന പുരുഷനാണോ? നിനക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ അറിയാമോ? ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അനുശാസനം എന്തെന്നറിയാമോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന പുരുഷനെ എന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യനായിട്ടുള്ളൂ എന്ന് പറയും. അപ്പോ PhD ഉണ്ടോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ, IT ആണോ ഫീൽഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആണോ, നേരത്തെ പറഞ്ഞ കയ്യിൽ ചിക്കിലി ഉണ്ടോ, അതൊക്കെ ചോദിക്കാം. പക്ഷെ ഒരു ചോദ്യം ചോദിക്കണം, നിങ്ങൾ ആർ യു എ മാൻ ഓഫ് ഫെയ്ത്ത്? ദൈവത്തിന്റെ വചനം വായിക്കുന്ന, പഠിപ്പിക്കുന്ന, അതിൽ രസിക്കുന്ന, അതിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു പുരുഷനാണോ അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയുള്ള പുരുഷന്മാരെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയുള്ള പുരുഷന്മാരായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ട പുരുഷന്മാർ എന്ന് ഞാൻ പറയട്ടെ. അവൻ അധ്യാപകനാണ്. ടീച്ചിങ് പുരുഷന്റെ വലിയൊരു കടമയാണ്. ടീച്ചിങ് എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിനൊരു കാര്യം വരുമ്പോഴേ ചുറ്റുമുള്ള ആളുകൾ എന്ത് അഭിപ്രായം പറയുന്നു, മറ്റവർ എന്ത് അഭിപ്രായം പറയുന്നു, സമൂഹം പറയുന്ന അഭിപ്രായങ്ങൾ, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, എന്താണ് ദൈവത്തിന്റെ വചനത്തിന് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് എന്ന് പറയാൻ ആ പുരുഷന് ഉത്തരവാദിത്തമുണ്ട്. ആ പുരുഷനാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചുറ്റും കേൾക്കുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന പല കാര്യങ്ങൾ ചോദിക്കുന്നു, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? സ്കൂളിൽ പോയിട്ട് കുട്ടി വരുമ്പോൾ കുട്ടിയുടെ പാവാട മാറ്റി ട്രൗസർ ഇട്ട് വരുന്നു പെൺകുട്ടി, എന്നിട്ട് വരുന്നത് ജെൻഡർ ന്യൂട്രൽ ആണെന്ന് പറയുന്നു. അപ്പൊ ഈ ട്രൗസർ ഇടണോ, എന്താ പപ്പ ഞാൻ ചെയ്യണ്ടേ എന്ന് വെച്ച് മോള് ചോദിക്കുമ്പോൾ അതിപ്പോ എന്താ ചോദിക്കുക, നമുക്ക് പോയിട്ട് മൂപ്പരോട് ചോദിക്കാന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ വേറെ ആരും വിളിച്ച് ചോദിക്കാന്ന് പറയും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം. ഇതിനെക്കുറിച്ച് ഉത്തരം പറയാൻ പറ്റുന്നില്ല, ഇതിനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നത് പറയാൻ പറ്റുന്നില്ല. അതേപോലെ പല ചോദ്യങ്ങൾ. ഇപ്പോ ഏറ്റവും നിസ്സാരമായ ചോദ്യം, സിനിമ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഇത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ വിശ്വാസികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. സിനിമ കാണാൻ പറ്റുമോ, സിനിമ കാണാൻ പറ്റുമോ? ഉത്തരവില്ലേ. ബൈബിളിൽ സിനിമ കാണാൻ പറ്റുമെന്ന് ഇന്ന വാക്യത്തിൽ എഴുതിയിട്ടില്ല, പറ്റില്ല എന്ന് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ ഉത്തരവില്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട്. എന്ന് വെച്ചാൽ അത് ബൈബിളിന്റെ ഒരു പെർസ്പെക്റ്റീവിന്, ബൈബിളിന്റെ ഒരു വീക്ഷണത്തിന്, ലോക വീക്ഷണത്തിന് നമുക്ക് സകല കാര്യങ്ങൾക്ക് ഉത്തരവുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, മെനക്കെടുന്നില്ല, അതിനെക്കുറിച്ച് പഠിക്കാൻ ചിന്തിക്കുന്നില്ല. സാംസ്കാരികമെന്നോ അല്ലെങ്കിൽ പിന്നെ വർത്തമാനകാലത്തിന്റെ സവിശേഷതയെന്നോ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റില്ല. എല്ലാത്തിനും ബൈബിളിൽ ഉത്തരങ്ങളുണ്ട്. കാണാൻ, കണ്ടെത്താൻ, മെനക്കെടാൻ, പഠിപ്പിക്കാൻ ആണുങ്ങളില്ലാത്തതിന്റെ കുഴപ്പമാണ്. അതേപോലെ തന്നെ അവൻ അതേസമയം
താഴ്മയുള്ള മനുഷ്യനുമാണ്. അവൻ വചനത്തിന്റെ മനുഷ്യനായതുകൊണ്ട് അവൻ താഴ്മയുള്ളവരാണ്. എന്ന് വെച്ചാൽ അവൻ ആരെന്നും അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്നും അവൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന മനുഷ്യനാണ്. താഴ്മ എന്ന് വെച്ചാൽ പവർ അണ്ടർ കൺട്രോളാണ്. അവൻ ശക്തിയില്ലാത്തവനല്ല, അവൻ ഫൈറ്ററാണ്. പക്ഷെ അതേസമയം തന്നെ ഹീസ് ഹംബിൾ. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിനെ സൗകര്യമുള്ള കർത്താവ് ശക്തനാണ്, ബലവാനാണ്, അല്ലെ? കർത്താവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ ഹി വാസ് എ ഹംബിൾ മാൻ, അല്ലെ? എന്തൊരു താഴ്മയുള്ള മനുഷ്യനാണ് നമ്മുടെ കർത്താവ്. കാരണം വെച്ചാൽ പവർ അണ്ടർ കൺട്രോൾ, അങ്ങനെയാണ് കർത്താവ്. ഹ്യൂമിലിറ്റി, അത് വളരെ മനോഹരമായിട്ടുള്ള ഗുണമാണ്. അപ്പൊ പുരുഷന്മാരിൽ നോക്കേണ്ടത്, പുരുഷന്മാരിൽ തിരയേണ്ടത് ഈ കാര്യമാണ്. പുരുഷന്മാരെ, നിങ്ങൾക്ക് വേണ്ടതും ഈ ഗുണങ്ങളാണ് എന്ന് ഞാൻ പറയട്ടെ. ഇനി നമുക്ക് അടുത്ത തലക്കെട്ടിലേക്ക് പോവാം. ഹീസ് എ മാൻ ഓഫ് ഫാമിലി. അല്ലെ? നമ്മൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലേ? നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പല പെൺകുട്ടികൾ പറയാറുള്ള കാര്യമാണ്. ഒരു ഫാമിലി മാനാണോ എന്ന് ഞാൻ നോക്കാറുണ്ട് എന്ന് പറയും. ഒരു ഫാമിലി മാൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സാധാരണ പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വളരെ കരിയർ ഓറിയന്റഡ് ആണ്. അവരുടെ ജോലി, അവരുടെ ഓഫീസ്, അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ വേറെ ഒരുപാട് അന്താരാഷ്ട്ര കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും അവർക്ക് എടുക്കാറുണ്ട്. ഉക്രൈനിലെ യുദ്ധം അവർ വലിയ പ്രശ്നമാണ്. ഉക്രൈനിൽ റഷ്യ എന്ന് യുദ്ധം നിർത്തും എന്നുള്ള കാര്യം പുരുഷന്മാർ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവരാണ് അതിന്റെ തീരുമാനങ്ങളൊക്കെ പാസ്സാക്കുന്നത്. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കും എന്ത് സംഭവിക്കുമല്ലേ, എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്. അതേപോലെ അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കുമോ? ഇലക്ഷൻ 24 വരാൻ പോവാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെയാണ് എന്തെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുരുഷന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊച്ചിന് ടെക്സ്റ്റ് ബുക്ക് മേടിക്കണമെന്നും അല്ലെങ്കിൽ കൊച്ചിന് പനിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ ജീവിത കേസുകളൊക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന മട്ടിലാണ് പുരുഷൻ അതിനെ കാണുന്നത്. കാരണം അവൻ എന്തെല്ലാം വിശാലമായ മേഖലകളിൽ ചിന്തിക്കാനും അഭിപ്രായം പറയാനും അഭിപ്രായം തേരാനും ഒക്കെയുണ്ട്. അവർ ശക്തമായ അമർഷം രേഖപ്പെടുത്തും. എന്തുകൊണ്ട് പുടിൻ പിന്മാറുന്നില്ല, പുടിൻ പിന്മാറേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പ്രമേയം പാസ്സാക്കും. അവന്റെ രോഷം അവൻ തീർക്കും, അതൊക്കെ ചെയ്യും. അപ്പൊ പുരുഷൻ എങ്ങനെയാണ്? അവൻ്റെതല്ലാത്ത മേഖലകളിൽ അവന് മേയാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഒരു നല്ല പുരുഷൻ, ബൈബിൾ പ്രകാരമുള്ള ഒരു പുരുഷൻ, ഒരു മാൻ അക്കോർഡിംഗ് ടു ബൈബിൾ ഈസ് എ മാൻ ഓഫ് ഫാമിലി. അവൻ കുടുംബത്തിന്റെ മനുഷ്യനാണ്. അവൻ കുടുംബത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ്. കുടുംബത്തിന്റെ ഹി നോസ് ദ പ്രൈമസി ഓഫ് ദി ഫാമിലി. പ്രൈമസി എന്ന് വെച്ചാൽ ദ പ്രീഎമിനൻസ്, കുടുംബത്തിന്റെ പ്രാമുഖ്യം, കുടുംബത്തിന്റെ ഉന്നതി, കുടുംബത്തിന്റെ ശ്രേഷ്ഠത. കുടുംബമാണ് ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാപനമെന്നും ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സ്ഥാപനമെന്ന് അവന് യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് ചിന്തയൊന്നുമില്ല അവൻ അതിനെക്കുറിച്ചൊന്നും അല്പം പോലും മാറി ചിന്തിക്കുന്ന ആളല്ല. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരെ കുറിച്ച് എനിക്കറിയാം. പ്രത്യേകിച്ച് പല ഡോക്ടേഴ്സ് വളരെ കഴിവുള്ള, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഡോക്ടറുണ്ട്. അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ആളാണ്. ഒരു ന്യൂറോ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ്. എന്ന് വെച്ചാൽ തലയ്ക്കുള്ളിലെ വളരെ ചെറിയ രക്തക്കുമിളകൾ, രക്തം പൊട്ടി വരുന്ന അന്യൂറിസം എന്ന് പറയും. തലയ്ക്കുള്ള ചെറിയ കുമിളകളാണ്. അതിനെ കാലിലൂടെ ഉള്ള ചെറിയ ഒരു പിൻഹോള് വഴി കത്തീറ്റർ കടത്തി വിട്ടിട്ട് അതിന് കറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. ഭയങ്കര സ്കില്ലാണ്. ഭയങ്കര സ്കിൽ എന്ന് വെച്ചാൽ അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് മില്ലിമീറ്റർ 1 or 2 millimeter സൈസുള്ള അന്യൂറിസം, ബ്ലീഡിംഗ് ഉണ്ടാവും തലയ്ക്കുള്ളിൽ, അതിനെ കറക്റ്റ് ചെയ്യുന്ന ഭയങ്കര കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സ്കില്ല് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഞാൻ പല ആളുകളും വർക്ക് ചെയ്തിട്ട് ഇത്ര ചെറുപ്പത്തിൽ, കാരണം 32 വയസ്സേ ഉള്ളൂ, പക്ഷെ ഇതിനിടയിൽ അദ്ദേഹം ഒരു 150 ബ്രെയിൻ അന്യൂറിസംസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലത്തെ റെക്കോർഡാണ് അദ്ദേഹം ഇട്ടത്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇടയ്ക്ക് വരും വൈഫ് കോളിംഗ്, എടുക്കണ്ട എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈഫിന് ട്രാൻസ്ഫർ വേണം, പുള്ളി എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. വീട്ടില് ഓണമല്ല, വീട്ടിൽ പോകണ്ടേ, കേസൊക്കെ ഇല്ലെങ്കിൽ പോവാം, കേസ് ഇല്ലെങ്കിൽ കേസ് പേഷ്യന്റ് നോക്കണ്ടേ. അപ്പോൾ ഹി ഈസ് സോ മച്ച് ഇൻവോൾവ് ഇൻ ഹിസ് കരിയർ. എന്നിട്ട് കുടുംബത്തെ, ഭാര്യയെ, മക്കളെ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായപ്പോൾ പറഞ്ഞൊരു പ്രസ്താവന, അത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. ചെറിയ കുട്ടിയാണ്, 3 മാസമായപ്പോൾ അദ്ദേഹം പറയാണ്, ഇതിനെ ഒരു കുട്ടിയായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം ചിരിക്കൊന്നുമില്ലെന്നേ, ചിരിക്കാനൊന്നും ആയില്ല. അപ്പൊ പിന്നെ ചിരിക്കൊന്നും ചെയ്യാതെ പിന്നെ കുട്ടിയായിട്ട് തോന്നുന്നത്. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. സ്വന്തം കുഞ്ഞ് ചിരിക്കാനാവുന്നത് വരെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ കഴിയാത്ത ആളായിട്ട് അദ്ദേഹം മാറുകയാണ്. അത് എന്നുവെച്ചാൽ ലോകം അങ്ങനെയാണ്. കാരണം അദ്ദേഹം ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര സ്പിരിറ്റില് മറ്റാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേസുകൾ ചെയ്യുക, മറ്റാരും സേവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജീവിതങ്ങൾ സേവ് ചെയ്യുക. ഇതിനൊക്കെ ആരാ അവാർഡ് കൊടുക്കാമെന്ന് എനിക്കറിയില്ല, ആരെങ്കിലും ഗവൺമെന്റ് സൈഡിലൊക്കെ അവാർഡ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം അതിലങ്ങനെ അദ്ദേഹം രസിക്കുകയാണ്. അദ്ദേഹം അതിന്റെ ജീവിതം അതിന് വേണ്ടിയിട്ട് അങ്ങനെ
മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പക്ഷേ നാം പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊക്കെ കുടുംബത്തിന്റെ പ്രൈമസി അറിയുന്ന പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവർ വന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചിന്തിക്കാം, ഇവരൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിന്റെ പ്രൈമസിയെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. വൈ ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ അവർ 300 വാക്കിൽ കവിയാത്ത ഉപന്യാസം 10 മിനിറ്റ് കൊണ്ട് എഴുതും. സംശയമുണ്ടോ? ഇപ്പൊ പറയുകയാണെങ്കിൽ ഉപന്യസിക്ക് വരും, അവർ എസ് എഴുതും. പിന്നെ സമയമില്ലാതെ ചെയ്യുന്നില്ലതേ ഉള്ളൂ. അതൊക്കെ ചെയ്യട്ടോ അവർ മടിക്കില്ല, ഇതൊന്നും മടിക്കില്ല. അപ്പൊ അവർക്കറിയാം എന്തുകൊണ്ട് വൈ ഫാമിലി ഈസ് സോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ അവർക്കറിയാം. അവരറിയുന്ന ആളുകളാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് ഹീസ് എ ഗീവർ, അവൻ നൽകുന്നവരാണ്, പ്രൊവൈഡറാണ് എന്ന് വെച്ചാൽ സെൽഫ്ലെസ് ഗീവിങ്. അതാണ് അല്ലേ നമ്മള് പിന്നെ കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഫാദറെ വിളിക്കുന്ന പേരാണ് ATM എന്നൊക്കെ വിളിക്കും അല്ലേ. ATM ആണ് ATM വിളിച്ചോന്ന് ചോദിക്കല്ലേ. കാരണം നമുക്ക് ഡാഡി അല്ലെങ്കിൽ പപ്പ ATM ആണ് പലപ്പോഴും അല്ലേ. ചോദിക്കുമ്പോൾ പൈസ തരിക, ചോദിക്കുമ്പോൾ ചെയ്തു തരിക, കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതൊരു പിതാവിന്റെ ചിത്രമാണ്. പിതാവ് ഹി ഓൾവേസ് ഗീവ്സ്, പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്, കൊടുക്കുന്നവരാണ് പിതാവ് പുരുഷൻ. അതേപോലെ പുരുഷന്റെ മറ്റൊരു വലിയൊരു ജോലി ഉണ്ട് കേട്ടോ, അവൻ പുരോഹിതനാണ്. കുടുംബത്തിന്റെ പുരോഹിതനാണ് കുടുംബത്തിന്റെ പുരുഷൻ. അവൻ പുരോഹിതനാണ്. നമുക്കറിയാമല്ലോ ജോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പ്രസ്താവന ഉണ്ടല്ലോ. ജോബ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്ന പ്രസ്താവന എന്താണ്? എന്റെ മക്കൾ എങ്ങാനും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് കരുതി അവർക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി പുരോഹിതനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണാം, ഒരു പുരുഷനെ നമുക്ക് അവിടെ കാണാം. മക്കളുടെ അവരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി അവർക്കും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട്, അവർക്ക് വേണ്ടി അഭയയാതന കഴിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഇടിവിൽ നിൽക്കുന്ന പുരുഷനായിട്ട് നിൽക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ, നല്ല പുരുഷൻ. അതേപോലെ തന്നെ ഹി ലീഡ്സ് ദ ഫാമിലി, കുടുംബത്തെ നയിക്കുന്നവനാണ്. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തിന്റെ അഭിവൃദ്ധി, കുടുംബം എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യണം എന്ന് വെച്ചാൽ വെറുതെ പോകുന്നതിനെ കുറിച്ചല്ല, അവരുടെ ജീവിതത്തിന്റെ പുരോഗതി, അവരുടെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധി ഏത് മേഖലയിൽ എത്രത്തോളം ഉണ്ടാകണം എന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു മനുഷ്യനാണ് പുരുഷൻ. അപ്പോൾ ഹീസ് എ മാൻ ഓഫ് ഫാമിലി, ഹീസ് എ മാൻ ഓഫ് ഫ്രണ്ട്സ്, കൂട്ടുകാരുടെ പുരുഷൻ എന്ന് വെച്ചാൽ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന ഒരു പ്രസ്താവന, ദൈവത്തിന്റെയും മനുഷ്യരുടെയും സ്നേഹിതൻ. അപ്പോൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും സ്നേഹിതൻ രസമായ പേരാണല്ലേ അല്ലെ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ദൈവത്തിന്റെ, കാരണം ഹീസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, ദൈവത്തിന്റെ മനുഷ്യനാണ്, അതേസമയം തന്നെ മനുഷ്യരുമായിട്ട് സൗഹൃദവും ബന്ധവും സ്ഥാപിക്കുന്ന, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒരു പാരസ്പര്യം അല്ലെ, പരസ്പര ബന്ധം, തമ്മിലുള്ള അന്യോന്യ ബന്ധങ്ങൾ, ഇതിന്റെ വിലയും ഇതിന്റെ അനിവാര്യതയും അറിയുന്ന ഒരു പുരുഷൻ. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കുടുംബം ഞാൻ നയിക്കും, ഞാൻ നോക്കിക്കൊള്ളും, അവരെ ഞാൻ സഹായിച്ചുകൊള്ളും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അവസാനം എന്ത് ചെയ്യും? ഒരു 60-70 വയസ്സായുമ്പോൾ ഞാനും എൻ്റെ പട്ടിയും മാത്രം അല്ലെ, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഞാനും എൻ്റെ പട്ടിയും വീട്ടിലുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടല്ലേ. കാരണം മക്കളൊക്കെ പോയി, ബന്ധുക്കളും പോയി, ഭാര്യയും പോയി, അവസാനം ഞാനും എൻ്റെ പട്ടിയും ബാക്കിയായി എന്ന് പറയും. നാട്ടിലൊരു വേറൊരു പട്ടിയും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് വെച്ചാല് ഈ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സൗഹൃദവും ഉണ്ടാക്കിയിട്ടില്ല, ആരുമായിട്ടൊരു ബന്ധത്തിന് പോയിട്ടില്ല, ഒന്നും മിണ്ടാനും പറയാനും പോലും ഒരാളില്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ചിത്രം നമുക്ക് ചുറ്റും കാണാം. അങ്ങനെയല്ല, നല്ല പുരുഷൻ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നവനാണ്, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുന്നവനാണ്. അവൻ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവനാണ്. അവന്റെ സൗഹൃദത്തിന്റെ തലം വളരെ വിപുലമാണ്. എല്ലാ തുറകളിലുമുള്ള ആളുകൾ, അവന്റെ അതേ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ എന്നൊന്നുമല്ല, നമ്മുടെ സഭകളിൽ അതിന് സാധിക്കുന്ന വലിയൊരു സാധ്യത നമ്മുടെ സഭകൾക്കുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകൾ നമ്മുടെ സഭയിലില്ലേ. നല്ല ഒരു പുരുഷൻ അതിന് എല്ലാ ശ്രേണികളിലും കയറി ഇടപെടുന്നവനാണ്. അവൻ എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അതിൽ വലിപ്പ ചെറുപ്പമില്ല, അതിൽ പുരുഷ സ്ത്രീ വ്യത്യാസമില്ല. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തീരുന്നു. അപ്പോൾ അവരോട് നല്ലൊരു ബന്ധം, ഒരു മെന്ററായിട്ട് നിൽക്കാൻ, അവരെ വഴി നടത്താൻ, അവർക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു പുരുഷനായിട്ട് അവൻ നിൽക്കും. അതേപോലെ സഹാനുഭൂതിയുള്ള ഒരു എമ്പതി എന്ന് പറയുന്നത് പുരുഷന്റെ വലിയൊരു ഗുണമായിട്ട് നിൽക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു, അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുന്നവൻ, ഒരു എമ്പത്തറ്റിക് മാൻ, അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. സാധാരണ പുരുഷന്മാർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് സ്ത്രീകളെ പോലെ വികാരക്ഷമത ഉള്ള ആളുകളല്ല, സംവേദനം കുറവുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ എന്താണ് സങ്കടമെന്നോ ദുഃഖമെന്നോ ഒക്കെ പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പലപ്പോഴും കുറച്ചുകൂടി ലോജിക്കൽ അനലിറ്റിക് ചിന്തയിൽ പോകുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ലോകം പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എന്തിനാ കരയുന്നത്?
നീ ചോദിക്കല്ലേ കരയുന്നതിന് കാരണമൊന്നും വേണ്ടല്ലോ, കാണുന്നില്ല. കരയുന്നതിന് ഒരു കാരണം വേണം അല്ലേ? നിങ്ങൾക്കറിയാം കരയുന്നൊരു കാര്യമൊന്നും വേണ്ട, കാരണമൊന്നും വേണ്ട. കാരണമില്ലാത്ത പല കരച്ചിലും അല്ലേ? കാരണമില്ലാതെ കരയുന്നതാണ് പല കരച്ചിലും. അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണം കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ? അപ്പൊ ഇവർ ചോദിക്കുന്നത് എന്തിനു കരയുന്നു, നിനക്കതുണ്ടോ, നിനക്കിതില്ലേ, നിനക്ക് മറ്റതില്ലേ എന്ന് ചോദിക്കല്ലേ? 1 2 3 4 ഇതിലാണ് അവരുടെ ചിന്ത. അപ്പൊ അതുണ്ടെങ്കിൽ പോയി കരയേണ്ട കാര്യമില്ല, ഇതുണ്ടെങ്കിൽ കരയേണ്ട കാര്യമില്ല, പൈസ ഉണ്ടെങ്കിൽ കരയേണ്ട കാര്യമില്ല അല്ലേ? എന്തെന്നാ കരയണല്ലേ? പുരുഷൻ എപ്പോഴും അങ്ങനെയാ. അവൻ പലപ്പോഴും ലോജിക്കൽ അനലിറ്റിക്കൽ ചിന്തയിൽ കാര്യങ്ങൾ അപഗ്രഹിക്കാൻ നിൽക്കും. പക്ഷെ എമ്പതി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതെന്ന് വെച്ചാല് എന്താണോ എൻ്റെ അപ്പുറം നിൽക്കുന്ന ആൾ ഫീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരം എന്താണെന്ന് ഞാൻ അറിയുന്നു, അതേ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു, ആ വികാരത്താൽ പെരുമാറുന്നു. അതാണ് പുരുഷൻ. അപ്പൊ ഇച്ചിരി എമ്പതിയൊക്കെ വേണം കേട്ടോ. ഇങ്ങനെ മസിലൊന്ന് പിടിച്ച് മീശയും പിടിച്ചത് കാര്യമില്ല, കുറച്ച് എമ്പതിയൊക്കെ വേണം. എന്താണ് സ്ത്രീകൾ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന തരളിത ഭാവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എന്തൊക്കെയാണ്, അവരെന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെ അല്പവും ഉൾക്കൊള്ളാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധിക്കുന്ന, അതിനോട് പ്രതികരിക്കാൻ സാധിക്കുന്ന, ആ വേവ് ലെങ്തിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അനുകമ്പനം എന്നൊക്കെ പറയും. നമ്മുടെ അനുകമ്പ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ +2 പഠിച്ചിട്ടില്ലേ ട്യൂണിംഗ് ഫോർക്കിന്റെ അല്ലെ? പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ടാവും അല്ലെ? +2 പഠിച്ച ആളുകൾക്ക്, സയൻസ് പഠിച്ച ആളുകൾക്ക് അറിയാം. എന്താ ട്യൂണിംഗ് ഫോർക്ക് ചെയ്തത്? ഒന്ന് മുട്ടിയിട്ട് നമ്മളൊരു ഒരു വയറിലൂടെ ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതില് പേപ്പർ സ്ട്രിപ്പുകൾ പറന്നു പോകുന്ന കാഴ്ച കാണും അല്ലെ? എന്താ സംഭവിക്കുന്നത്? ഈ ട്യൂണിംഗ് ഫോർക്ക് ഈ വയറെ തൊട്ടിട്ടില്ല, പക്ഷെ ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസിയിൽ ഈ സ്ട്രെച്ച് ചെയ്ത വയറ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബോത്ത് ദ ഫ്രീക്വൻസീസ് ആർ ബിക്കമിങ് ഈക്വൽ. അതാണ് സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ വിത്തൗട്ട് ടച്ചിങ്, വിത്തൗട്ട് കോണ്ടാക്ട്, എനർജി ഈസ് പാസ്ഡ്. അപ്പൊ അതാണ് അനുകമ്പനം എന്ന് പറയുന്നത്. അനുകമ്പനം അത് ആ വാക്കാണ്, അനുകമ്പനം ചെയ്യുക. അപ്പോൾ എന്താണോ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ആൾ, എൻ്റെ കൂട്ടുകാരൻ, അവരുടെ വികാരം എന്ത്, അവരുടെ വിചാരം എന്ത്, എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, എന്ത് ഫ്രീക്വൻസിയിൽ, എന്ത് വേവ് ലെങ്തിലാണ്. നമ്മൾ പറയുമല്ലോ എൻ്റെ ഏകദേശം വേവ് ലെങ്തിലാന്നൊക്കെ പറയുമല്ലേ, എൻ്റെ വേവ് ലെങ്തിലാളാന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇതർത്ഥം, ഇതാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പോ ഇതാണ് പുരുഷൻ. അപ്പോ ഈ ഒരു പുരുഷനാകാനായിട്ടുള്ള ഒരു വിളിയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പുരുഷന്മാർക്കെല്ലാം ഉള്ളത്. ഇങ്ങനെയൊരു പുരുഷനെ ഭർത്താവായിട്ട് സ്വീകരിക്കാനും അംഗീകരിക്കാനുമായിട്ടുള്ള വിളിയാണ് നിങ്ങൾക്കുള്ള വിളി. അപ്പൊ അത് ചുമ്മാ ഉള്ള വിളിയല്ല, ചുമ്മാ ഉള്ള ഒരു വെല്ലുവിളിയുമല്ല, അതൊരു വലിയ ഗംഭീരമായ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്താണ് ട്രൂ മാസ്കുലിനിറ്റി, പുരുഷത്വം എന്നതിന് ഒരു ചെറിയൊരു നിർവചനം പറയാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. എന്താണ് മാസ്കുലിനിറ്റി? കാരണം അത് ഒരു കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കൗണ്ടർ കൾച്ചറൽ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി ഈസ് കൗണ്ടർ കൾച്ചറൽ നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ സംസ്കാരം ഇപ്പോൾ പറയുന്നത് ചിന്തിക്കുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞു പോലെ ഒരു ചക്രവാത ചുഴി പോലെ നമ്മുടെ ചുറ്റും ആഞ്ഞടിക്കുന്ന ഈ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ മറികടക്കുന്ന ഒരു കൗണ്ടർ കൾച്ചറാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എപ്പോഴും കൾച്ചറിന് എതിരെയാണ്, കൾച്ചറിന് എതിരെ നിൽക്കുന്ന, കൾച്ചറിനോട് എതിർത്ത് നിൽക്കുന്ന ഒന്നാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അതില് ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്ന, പുരുഷത്വം എന്ന് പറയുന്ന സങ്കല്പം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സങ്കല്പമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ആധുനികരായിട്ടുള്ള പല സോഷ്യോളജിസ്റ്റുകളും, ക്രിസ്ത്യൻ സോഷ്യോളജിസ്റ്റുകളും പറയുന്നത് പുരുഷത്വത്തെ ഇത്രമാത്രം ബലഹീനമാക്കിയ ഒരു കാലമില്ല എന്നാണ്. പുരുഷത്വം വല്ലാതെ ദുർബലമായി പോയി, പുരുഷത്വം വല്ലാതെ ശക്തി ക്ഷയിച്ച ഒരു സങ്കല്പമായി പോയി. അതിനു പകരം നിങ്ങളുടെ ഭാഗത്ത് സ്ത്രീകൾക്കാണ് ശക്തി കിട്ടിയത്. സ്ത്രീകൾ കൂടുതൽ ശക്തരും ബലമുള്ളവരുമായിട്ട് തീർന്നതാണ്. പുരുഷത്വം ബലഹീനമാകുന്നത് വളരെ അപകടകരമാണ്. സ്ത്രീ സ്നേഹികൾ അല്ലെങ്കിൽ എന്താ പറയാ, ഫെമിനിസ്റ്റുകൾക്കൊക്കെ സന്തോഷിക്കാം, പക്ഷേ അത് സൊസൈറ്റിക്ക് ഒട്ടും നന്മയല്ല, അത് സംസ്കാരത്തിനൊട്ടും നന്മയല്ല, അത് സമൂഹത്തിനൊട്ടും നല്ലതല്ല. പുരുഷൻ ശക്തനായിട്ടിരിക്കണം. ശക്തനായ പുരുഷന്മാരുള്ള സ്ഥലങ്ങളിലെ സമൂഹം വളരുകയുള്ളൂ, ആ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ പുരുഷത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെപ്പോഴും സ്ത്രീത്വത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലല്ലേ പുരുഷത്തിന് പ്രസക്തിയുള്ളൂ അല്ലേ? സ്ത്രീത്വം അല്ലെങ്കിൽ പിന്നെ പുരുഷത്വത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ പുരുഷത്വം എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്ത്രീത്വം, അതിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ എന്താണ് പുരുഷത്വം എന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞൊരു നിർവചനമല്ല, ഇത് അല്പം സങ്കീർണമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ ഈ നിർവചനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ജോൺ പൈപ്പറും വെയിൻ ഗ്രൂഡും ചേർന്ന് എഴുതിയ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇഗാലിറ്റേറിയൻ വ്യൂവിനെ എതിർത്തുകൊണ്ട് അവരെഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് അവർ പറഞ്ഞ ഒരു നിർവചനത്തെ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ആ നിർവചനം ഇതാണ്. അപ്പോൾ സ്ത്രീകളോട് പല തലത്തിലുള്ള ബന്ധങ്ങൾ പുരുഷന്മാർക്കുണ്ട് അല്ലേ?
കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോട് ബന്ധമുണ്ട്, സ്ത്രീയാണ് അല്ലേ. ഇനി പെങ്ങന്മാരുണ്ടെങ്കിൽ അവരോട് ബന്ധമുണ്ട്, വല്യമ്മമാരുണ്ടെങ്കിൽ ബന്ധമുണ്ട്, നാട്ടുകാരോട് ബന്ധമുണ്ട്, പല സ്ത്രീകളോട് പല പല തലത്തിൽ പല പല പ്രായത്തിലുള്ള നിരവധി ബന്ധങ്ങൾ സ്ത്രീകളുമായിട്ട് പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളിലൊക്കെ അവൻ സ്വീകരിക്കുന്ന ഒരു ഭാവം, അവന്റെ ഒരു നിലപാട്, അവന്റെ ഒരു സ്റ്റാൻഡ്, അതാണ് പുരുഷത്വം എന്ന് പറയുന്നത്. എന്താണ് ആ സ്റ്റാൻഡ് എന്നറിയാമോ? അവിടെയൊക്കെ നേതൃത്വം വഹിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ കരുതാൻ, ഒരു പുരുഷൻ എന്ന നിലയിൽ നിൽക്കാൻ തയ്യാറാകുന്ന വ്യക്തിയാണ് പുരുഷൻ. അതാണ് പുരുഷത്വത്തിന്റെ കേന്ദ്രം. അവിടെയാണ് പുരുഷത്വം നിലകൊള്ളുന്നത്. അപ്പൊ സ്ത്രീത്വത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുരുഷത്വത്തിന് വിലയുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ അവൻ എടുക്കുന്ന ഒരു ബെനവളന്റ് റെസ്പോൺസിബിലിറ്റി, ഔദാര്യമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ അവന്റെ മേൽ ഫോഴ്സ് ചെയ്ത, കൊയേഴ്സ് ചെയ്ത ഉത്തരവാദിത്തമല്ല. നീ ഇത് ചെയ്യടാ എന്ന് ഞെട്ടിച്ചുകൊണ്ടല്ല, അവൻ ഉദാരമായ മനോഭാവത്തോട് തയ്യാറാവുന്നു. എന്തിനു തയ്യാറാവുന്നു? സ്ത്രീയെ നയിക്കാൻ, സ്ത്രീയെ സംരക്ഷിക്കാൻ, അവൾക്ക് കൊടുക്കാൻ, അവൾക്ക് ഉപദേശം കൊടുക്കാൻ, അവളെ ചേർത്ത് നിർത്താൻ, അവളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഒക്കെ തയ്യാറാകുന്ന പുരുഷൻ, അവനാണ് പുരുഷൻ. അതാണ് മാസ്കുലിനിറ്റി. അല്ലാതെ മീശ വിരിച്ച് 6 പാക്കുമായി നടക്കുന്ന, കയ്യിൽ ഇഷ്ടം പോലെ ചിക്കിലിയുള്ള ഒരാളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇതാണ് പുരുഷൻ. അപ്പോൾ എൻ്റെ പ്രിയ പുരുഷന്മാരെ, ഞാനടക്കം നിങ്ങളോട് ചേർത്ത് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും എല്ലാമുള്ള വലിയ ഒരു വിളിയും ദൗത്യവും ഇതാണ്. ഇതൊരു ഗംഭീരമായ വിളിയാണ്, ദൗത്യമാണ്, സംശയമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കേണ്ടത് ഇത്തരത്തിലൊരു പുരുഷനെയാണ്. ഇങ്ങനെയൊരു പുരുഷനെ കിട്ടി കല്യാണം കഴിക്കുക അല്ലെ? ഇങ്ങനെയൊരു പുരുഷനെ കിട്ടിയാൽ ഏത് സ്ത്രീയും ഏത് പെൺകുട്ടിയും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കും. നല്ലതാ, അങ്ങനെ വേണം, അതാണ് വേണ്ടത്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോ വീട്ടിൽ ചെന്നിട്ട് പപ്പയോട് പറയാം, എനിക്ക് വേണ്ടത് ഇതുപോലെ ഒരു പുരുഷനെയാണ്, എനിക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഭർത്താവിനെയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങളുടെ ഡിമാൻഡ് കൂടി കേട്ടോ, നിങ്ങളുടെ വെല്ലുവിളി കൂടി. അപ്പോ ഇതാണ് പുരുഷത്വം. ഇനി നമുക്ക് സ്ത്രീയെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് എന്താ പറയാ, ഇത് ഇവരുടെ പണിയാണല്ലോ, ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ അല്ലെ, ഇവരെ കുറിച്ചാണല്ലോ എന്ന് ചിന്തിക്കാമായിരുന്നു. ഇനി നിങ്ങൾ ഉഷാറായിക്കോളൂ. സാധാരണ നമ്മൾ എപ്പോഴും അതാണല്ലോ, അവരെ കുറിച്ച് എന്താ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് താല്പര്യം അല്ലേ. പുരുഷന്മാരെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് സ്ത്രീകളും, സ്ത്രീകളെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് കരുതാൻ പുരുഷന്മാർ നോക്കിയിരിക്കും. അതുകൊണ്ടാണല്ലോ കീഴടങ്ങാനായിട്ട് പറഞ്ഞത് സ്ത്രീയോടാണ്, കീഴടക്കാൻ പുരുഷനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കേട്ട പുരുഷന്മാരൊക്കെ ചിന്തിക്കുന്നത് കീഴടക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. സ്ത്രീകളുടെ പ്രശ്നവും ഇവരെല്ലാം എന്നെ കീഴടക്കാൻ വരികയാണ്, കീഴടക്കാനുള്ള പരിപാടിയാണ് ഇവർ കീഴടക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കണം, എന്റെ സ്ത്രീത്വം എനിക്ക് ഉറപ്പിച്ചു നിർത്തണം എന്ന് പറയാനല്ലേ. അപ്പൊ ഇവരോട് പറഞ്ഞത് കേൾക്കാൻ നിങ്ങളോട് പറഞ്ഞത് കേൾക്കാൻ ഇവരും. അത് മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം വേറെ ആരെങ്കിലും എഴുത്ത് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ അല്ലെ. മറ്റാർക്കെങ്കിലും എഴുതി എഴുത്ത് വായിക്കുമ്പോഴേ അവനെ കുറിച്ച് പറഞ്ഞത് എന്താണ്, അവനെ കുറിച്ച് പറഞ്ഞത് എന്താണ്, അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ പുരുഷനെ കുറിച്ച് പറഞ്ഞത് കേട്ട് സ്ത്രീകൾ അമ്പടാ ഇങ്ങനെയാണല്ലേ പുരുഷൻ ഇരിക്കേണ്ടതെന്ന് ചിന്തിക്കുകയും, സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് കേട്ട് പുരുഷൻ ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിന്തിക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കുടുംബമൊക്കെ ജീവിക്കാൻ പോകല്ലേ. അപ്പൊ ഇവിടെ എല്ലാം ഒന്നാവും കേട്ടോ, സ്ത്രീയും പുരുഷനും. അപ്പോൾ അവസാനം കർത്താവിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ് പറഞ്ഞത് സ്ത്രീയൊന്നുമില്ല പുരുഷനൊന്നുമില്ല, എല്ലാം ചേരും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സ്ത്രീയുടെ സങ്കല്പത്തെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ അങ്ങനെ ഉടു രാജമുഖി മൃഗരാജഗടി വിചാരിത മന്ദഗതി അല്ലെ, അങ്ങനെ പോകുന്ന ഒരു സ്ത്രീ, അങ്ങനെ സുന്ദരിയായ സുമുഖിയായ നമ്രശിരസ്കയായ പറഞ്ഞതുപോലെ ഒരു ഡാവിണിയൊക്കെ അങ്ങനെ ചുറ്റി അല്ലെ, ഒരു തുളസിക്കതിരൊക്കെ അങ്ങനെ അണിഞ്ഞ് നാണം കുണുങ്ങി ഒരു പുസ്തകമൊക്കെ മാറിൽ വെച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടി, ഗ്രാമീണ പെൺകുട്ടി, ഒരു ചഞ്ചല, അബല അല്ലെങ്കിൽ തരളിത എന്നൊക്കെ പറയുന്ന ഒരു ചിത്രം അല്ലെ. ആ ചിത്രമല്ല ബൈബിൾ നമുക്ക് നൽകുന്ന ചിത്രം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം എനിക്ക് പറയാനുള്ളത്, ബൈബിൾ പ്രകാരമുള്ള സ്ത്രീ ഇസ് എ വുമൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. വിവേകമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഷീ ഈസ് എ വുമൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല ബോധ്യങ്ങളുള്ള, നല്ല ധാരണകളുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഈ ചിന്തയും ഈ ആലോചനയും ഈ ലോജിക്കും ഈ അനാലിസിസും ഒന്നും പുരുഷന്മാരുടെ കുത്തകയായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല. നിങ്ങൾക്കുമുണ്ട് നല്ല ധാരണകൾ, നല്ല ബോധ്യങ്ങൾ, നല്ല ചിന്തകൾ, നല്ല അടിസ്ഥാനങ്ങളുണ്ട്. വെറുതെ ഒന്നുമല്ല, അല്ലാതെ വെറും വികാരത്താൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളല്ല അല്ലെ. നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, നിങ്ങൾക്ക് നല്ല ഉറപ്പുകളുണ്ട്. നിങ്ങളുടെ ധാരണകളും ഉറപ്പുകളും ബോധ്യങ്ങളും ഒക്കെ ദൈവവചനത്തിന്റെ ഒരിക്കലും മാറിപ്പോകാത്ത അടിത്തറയിൽ പണിതുയർത്തിയ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളുള്ള സ്ത്രീകളാണ് നിങ്ങൾ. അങ്ങനെയുള്ളവളായിരിക്കണം. എ വുമൺ ഓഫ് കൺവിക്ഷൻ. നല്ല കൺവിക്ഷൻസ് ഉള്ള ആളുകളായിരിക്കണം. അപ്പൊ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
ദിസ് ഈസ് മൈ കൺവിക്ഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റണം. കൺവിക്ഷൻ എന്ന് വെച്ചാൽ കാര്യത്തിന് അറിയാലോ, അതെന്റെ തോന്നലല്ല, അതെന്റെ ചിന്തയല്ല, എന്റെ അനുമാനമല്ല, എന്റെ നല്ല ഉറപ്പുള്ള ബോധ്യമാണ്. അതിനെ നമ്മൾ കൺവിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെന്ന് വരാം, അല്ലെ? അപ്പൊ കൂട്ടുകാർ ചോദിക്കും, എന്തിനാ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? കല്യാണം കഴിച്ചുകൂടെ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്, അല്ലേ? ഏത് പുരുഷനെ കിട്ടാൻ വേണ്ടി ചിന്തിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് കെട്ടിക്കൂടെ, ഈ സമയത്ത് കെട്ടിക്കൂടെ, അവിടെ നിന്ന് കെട്ടിക്കൂടെ, വിശ്വാസിയായപ്പോയെ, ക്രിസ്ത്യാനിയായപ്പോയെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ വിശ്വാസിയാണ് നിർബന്ധം എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ വരും. ആ സമയത്തൊന്നും അതിൽ ചഞ്ചലപ്പെട്ടു പോകേണ്ട ആളുകളല്ല. നിങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല ബോധ്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റണം. ഈ ബോധ്യങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് അറിയോ? ബോധ്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാവേണ്ടതെന്ന് അറിയോ? പ്രശ്നങ്ങൾ വരുമ്പോഴല്ല ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടത്. ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴാണ് ബോധ്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. എന്നാലേ പ്രശ്നം വരുമ്പോൾ ബോധ്യങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അല്ലാതെ പ്രശ്നം വരുമ്പോൾ എന്താണ് ഒരു ഉത്തരം ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ, അതാണ് ഈ സമയത്ത് തന്നെ നല്ല ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേറ്ററി പീരീഡ് ആണിത്. ഈ സമയത്ത് ഉണ്ടാക്കിയിട്ടുന്ന ബോധ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ബോധ്യങ്ങൾ എന്ന് പറയട്ടെ. അപ്പോൾ മാത്രമല്ല, ഫെമിനിറ്റി എന്ന് വെച്ചാൽ എന്താണ് സ്ത്രീത്വം എന്ന് വെച്ചാൽ അവൾക്കറിയാം. എസെൻസ് ഓഫ് ഫെമിനിറ്റി, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പിന്നീട് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എസെൻസ് ഓഫ് ഫെമിനിറ്റി എന്ന് വെച്ചാൽ അതില് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും കാണുന്ന, സമൂഹം പകരുന്ന, കൂട്ടുകാർ പറയുന്ന കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയെടുത്ത സ്ത്രീ സങ്കല്പത്തിൽ നിന്നല്ല നമ്മൾ സംസാരിക്കുന്നത്. അതല്ല എൻ്റെ സ്ത്രീത്വത്തിന്റെ അടിത്തറ. എൻ്റെ സ്ത്രീ സങ്കല്പം, എന്നെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം ഇതിലൊന്നും അടിസ്ഥാനപ്പെട്ടതല്ല. എനിക്ക് ദൈവവചന പ്രകാരമുള്ള സ്ത്രീത്വത്തെ കുറിച്ചുള്ള നല്ല ബോധ്യങ്ങളുണ്ട്. അതിന്റെ എസെൻസ്, അതിന്റെ കോർ എനിക്കറിയാം എന്ന് പറയുന്നത്. നമ്മളതിന്റെ നിർവചനത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറിച്ച് മനസ്സിലാവും. പിന്നെ ഒരു ലീവ്സ് ഇൻ റിയാലിറ്റി, സ്വപ്ന ലോകത്തിൽ നിന്ന് വിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കാരണം ഫാന്റസിയുടെ ലോകത്ത് ജീവിക്കാൻ സ്ത്രീകൾക്ക് ഒരു ഇഷ്ടമാണ്, അല്ലേ? നല്ല സ്വപ്നങ്ങളെ കൊണ്ട് അങ്ങനെ നിൽക്കുന്ന, അല്ലേ? വിവാഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ. പുരുഷന്മാർക്ക് വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ ആണെങ്കിൽ സ്ത്രീകൾക്ക് അതൊരു സ്വപ്നമാണ്. പലപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, അല്ലേ? എന്തെല്ലാം സ്വപ്നങ്ങളാണ്, അല്ലേ? വിവാഹത്തിന്റെ വേദിയെക്കുറിച്ച് സ്വപ്നങ്ങൾ, വിവാഹത്തിന്റെ ചടങ്ങിനെ കുറിച്ച് സ്വപ്നങ്ങൾ, പുരുഷനെ കുറിച്ച് സ്വപ്നങ്ങൾ, വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച വളരെ വർണ്ണാഭമായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്വപ്നങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഡ്രൈ ആയി പോകും. പക്ഷെ സ്വപ്നലോകത്ത് നിന്ന് വിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് കഴിയുന്നവളുമായിരിക്കണം. അത് സ്വപ്നങ്ങളെ ത്യജിച്ചുകൊണ്ടല്ല, സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന ഒരാൾ കൂടി ആയിരിക്കണം. അതാണ് വിവേകമുള്ള സ്ത്രീയാണ്, വിമൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമുക്ക് അടുത്ത തലക്കെട്ടിലേക്ക് ചിന്തിക്കാം. വുമൺ ഓഫ് ഡിഗ്നിറ്റി. വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സ്ത്രീകൾ. എന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന, കളിയാക്കാൻ പറ്റുന്ന, ടോൺ ചെയ്യാൻ പറ്റുന്ന, പേടിപ്പിക്കാൻ പറ്റുന്ന, എന്താ പറയാ, പിന്നെ ബലപ്പെടുത്തി വളച്ചെടുക്കാൻ പറ്റുന്ന ഒന്നും ആളുകളുമല്ല നിങ്ങൾ. അങ്ങനെ ആവേണ്ട ആളുകളുമല്ല, അല്ലെ? അങ്ങനെ പുരുഷന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് വളയുകയും തിരിയുകയും ചെയ്യുന്ന, ബെൻഡ് ചെയ്യുന്ന ആളുകളൊന്നല്ല നിങ്ങൾ. നിങ്ങൾ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്, നല്ല മാന്യതയുള്ള സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ അംഗീകാരം ആർജിച്ചെടുക്കുന്ന സ്ത്രീകളായിരിക്കണം. അംഗീകാരം ആർജിച്ചെടുക്കുക. പൊതുവെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴേ പുരുഷന്മാർക്കാണ് പൊതുവെ അംഗീകാരം കിട്ടുന്നത്, പുരുഷന്മാർക്കാണ് ബഹുമതികൾ കിട്ടുന്നത്, അവർക്കാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് റെസ്പെക്ട് കിട്ടുന്നത് എന്ന് പൊതുവെ ചിന്തയുണ്ട്. എന്നാൽ നല്ല സ്ത്രീകൾക്ക് നല്ല അംഗീകാരം നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, അല്ലേ? നമ്മൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ബൈബിളിൽ തന്നെ നമ്മൾ പിന്നെ ബൈബിളിലെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രം എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? വുമൺ ഓണേർഡ് ആൻഡ് ഡിഗ്നിഫൈഡ്. എവിടെയാണ് വായിക്കുന്നത്? പ്രോവേഴ്സ് 31, അല്ലേ? 31. അപ്പൊ അതില് ഒരു ഡിഗ്നിഫൈഡ്, ഗ്ലോറിഫൈഡ്, അല്ലെ? എന്തൊരു നല്ല ചിത്രമാണ് അവിടെ, അല്ലെ? അവൾ ആരാണല്ലേ? എന്തൊരു സ്ത്രീയാണ്! നമുക്ക് തന്നെ ഒരു ബഹുമാനം തോന്നും, ഒരു ആദരവും. സല്യൂട്ട് സാർ, അല്ലേ? ഹാറ്റ്സ് ഓഫ് ടു യു എന്ന് പറയാൻ തോന്നും, അല്ലേ? അപ്പൊ ഏത് പുരുഷനും അവർ വരുമ്പോൾ എഴുന്നേറ്റ് കൈയടിക്കും. ഷീസ് എ ഡിഗ്നിഫൈഡ് വുമൺ. എന്താണല്ലേ, എന്തൊരു സ്ത്രീ, എന്തൊരു സ്ത്രീയാണല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. അല്ലാതെ അവർ പറയുമ്പോഴേക്കും ഇങ്ങനെ തൊട്ടാൻ വേണ്ടിയിട്ട് കരയുകയും, ഇത് പറയുമ്പോഴേക്കും ഇങ്ങനെയും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ കുറിച്ച് ആ കുട്ടിയുടെ മുഖം എന്താ അങ്ങനെ കരഞ്ഞ് തലപടി ഇതെല്ലാം പോയി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന, അല്ലെ? അങ്ങനെ കളയുന്ന ആളുകളും നല്ലത്. നിങ്ങളുടെ പുരുഷന്റെ നോട്ടത്തിലോ അവന്റെ അഭിപ്രായത്തിലോ അവന്റെ ചിന്തകളിലോ അല്ല നിങ്ങളുടെ മൂല്യം ഇരിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഉറപ്പിക്കണം, അല്ലെ? ഈ സ്ത്രീകളുടെ ലോകത്ത് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന സങ്കല്പം എന്ന് വെച്ചാല് അവരുടെ വസ്ത്രധാരണത്തിലൂടെ, അവരുടെ മുഖഭാവങ്ങളിലൂടെ, അവരുടെ സൗന്ദര്യ സങ്കല്പത്തിലൂടെ, അവരുടെ ശരീരത്തിന്റെ കർവുകളിലൂടെ ഒക്കെ പുരുഷനെ ആകർഷിച്ചിട്ട് അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീയുടെ ചിത്രമാണ് നമ്മുടെ ചുറ്റും കാണുന്നത്, അല്ലെ? വസ്ത്രധാരണത്തിന്റെ ഒക്കെ പ്രത്യേകതയാണ്. ട്രെൻഡിങ് വസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? ക്ലീവ് ഒക്കെ അങ്ങനെ താഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ
പുരുഷൻ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയും അംഗീകാരവുമാണ് എൻ്റെ എസൻസ് എന്ന് ചിന്തിച്ചു പോകുന്ന സ്ത്രീകളാണ് ചുറ്റുമുള്ളത്. അത് മഹാ അബദ്ധമാണ്. പുരുഷന്റെ നോട്ടത്തിലോ അവന്റെ കണ്ണുകളുടെ ആർത്തിയിലോ ഒന്നുമല്ല നിങ്ങളുടെ അസ്തിത്വം നിലകൊള്ളുന്നത്, അതിലൊന്നുമല്ല നിങ്ങളുടെ വിലയിരിക്കുന്നത്. അവർ നൽകുന്ന അംഗീകാരം വളരെ സെക്സ് അപ്പീലുള്ള സ്ത്രീയാണ് എന്ന് പറയാറുണ്ട് അല്ലെ, പല പുരുഷന്മാരും പറഞ്ഞ അഭിപ്രായമാണ് അല്ലെ. എന്റെ കൊളീഗ്സ് ഒക്കെ പറയുന്നുണ്ട് വളരെ സെക്സ് അപ്പീലുള്ള സ്ത്രീയാന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ആ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ അപ്പീൽ ഉണ്ടാക്കേണ്ടത്, അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഡിഗ്നിറ്റി ഉണ്ടാക്കേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട, ധൈര്യത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും. അവളുടെ അതിരുകൾ വിശാലമാണ് അല്ലെ. അവളുടെ അതിരുകൾ വിശാലമാണെന്ന് വെച്ചാൽ നമ്മള് 31 സദൃശവാക്യങ്ങൾ 31 സ്ത്രീയുടെ ലിമിറ്റേഷൻ എവിടെയാ, അവളുടെ ലിമിറ്റ് എവിടെയാ അല്ലേ? അവളുടെ ഏരിയാസ് എന്നല്ലേ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അടുക്കളയുടെ പുകയ്ക്കുള്ളിൽ നിൽക്കുന്ന എരിഞ്ഞമരുന്നൊരു ജീവിതമല്ല അവളുടെ ജീവിതം. ആ ജോലിയൊന്നും മോശമെന്നല്ല അർത്ഥമല്ലേ പറയുന്നു കേട്ടോ. അവളുടെ ലോകം വളരെ വിശാലമാണ്. ലോകത്തിന്റെ അതിരുകളോളം അവളുടെ അതിരുകൾ വിശാലമാകുന്നു. അവൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ. ഒരു വീട്ടമ്മയായിരിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ പരിമിതികൾക്കപ്പുറത്തേക്കും കടക്കാൻ, ലോകത്തിന്റെ അതിരുകളിലേക്ക് പോകാൻ സാധിക്കുന്ന സ്ത്രീകളായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സ്ത്രീകളുടെ സാധ്യതകൾ അപാരമായ സാധ്യതകളാണ്. അവർക്ക് എന്ത് വലിയ ലോകമാണ് അവരുടെ മുമ്പിലുള്ളത് എന്ന് ചിന്തിക്കാം. അതിരുകൾ വിശാലമായ ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേസമയം തന്നെ ഷീ കീപ്സ് പ്യൂരിറ്റി, അവളുടെ ശുദ്ധിയെക്കുറിച്ച്, അവളുടെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, അത് കാത്തു സൂക്ഷിക്കാനായിട്ട് വില കൊടുക്കാൻ തയ്യാറുള്ള, അതിനുവേണ്ടി നിലപാടെടുക്കുന്ന സ്ത്രീകൾ കൂടിയാണ് അവർ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം മാന്യതയുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് സ്ത്രീത്വത്തിന്റെ 2ാമത്തെ സവിശേഷത. ഇനി അടുത്തത് ഷീസ് എ വുമൺ ഓഫ് ദ വേർഡ്, ദൈവവചനത്തിന്റെ, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന്റെ സ്ത്രീയാണ് ഒരു നല്ല സ്ത്രീ, ഒരു ഉത്തമയായ സ്ത്രീ, ഒരു ബൈബിൾ പ്രകാരമുള്ള സ്ത്രീ. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്യങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുകയാണ് നിന്നിൽ ഉള്ള വിശ്വാസം അല്ലേ. ആ വിശ്വാസം എവിടെ നിന്ന് കിട്ടിയതാണ്? തിമോത്തിയോസിന്റെ വല്യമ്മയെ കുറിച്ച് പറയുന്നു, തിമോത്തിയോസിന്റെ അമ്മയെ കുറിച്ച് പറയുന്നു അല്ലെ. 2 തലമുറ സ്ത്രീകൾ കൈമാറി കൊടുത്ത വിശ്വാസമാണ് തിമോത്തിയോസിൽ ഇപ്പോൾ പ്രജ്വലിക്കുന്നത്. അതാണ് തിമോത്തിയോസിനെ കർമ്മനിരതനാക്കി തീർക്കുന്നത്. യുവ നേതാവാണ് തിമോത്തിയോസ്. അപ്പൊ തിമോത്തിയോസിനെ ഉറപ്പിച്ചു നിർത്തിയത് തിമോത്തിയോസുമാരെ ലോകത്തിന് സംഭാവന ചെയ്ത് യൂണിക്കയും ലോവിസും ചേർന്നാണ് അല്ലേ. അപ്പോൾ വിശ്വാസത്തിന്റെ സ്ത്രീകളാണ് ബൈബിളിലെ സ്ത്രീകൾ. വിശ്വാസം പകരുന്ന സ്ത്രീകളാണ്, വിശ്വാസത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള സ്ത്രീകളാണ്. അവര് ഹാൻഡ് ഓവർ ദ ലെഗസി ഓഫ് ഫെയ്ത്ത്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണ്. അത് എന്തൊരു വലിയ ആ ദൗത്യത്തെയും ആ ധർമ്മത്തെയും അല്പം പോലും നിങ്ങൾ വില കുറച്ച് കാണരുത്. അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യമാണ്. നിങ്ങളുടെ അടുക്കൽ വരുന്ന മക്കളോട്, പ്രത്യേകിച്ച് പുരുഷന്മാർ അല്ലെ, നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുമല്ലേ, തൊട്ടിലാട്ടുന്ന കൈകളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ ആട്ടി ഉറക്കുന്ന അമ്മയുടെ കരങ്ങൾ പിന്നീട് ലോകത്തെ നിയന്ത്രിക്കുന്നു. കാരണം ഈ തൊട്ടിലിൽ കിടക്കുന്നവൻ ആരായിത്തീരും? ലോകത്തെ ഭരിക്കുന്നവനായിത്തീരും. അത് വലിയൊരു സാധ്യതയാണല്ലേ. അപ്പോ സ്ത്രീയോട് കർത്താവ് ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുന്ന പ്രസ്താവനയുണ്ടല്ലോ അല്ലെ. സ്ത്രീയോട് പറയുന്ന പ്രസ്താവനയുണ്ടല്ലോ. ഈ സ്ത്രീയോട് പറയുന്ന പ്രസ്താവന സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് പറഞ്ഞിട്ട്, നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നാ പറഞ്ഞത് അല്ലേ. എന്ന് വെച്ചാൽ ഓരോ സ്ത്രീക്കും രക്ഷിക്കപ്പെടുന്ന മക്കളെ പ്രസവിക്കാൻ, അവരിലൂടെ ലോകത്തിന്റെ ഭാഗധേയത്തെ നിയന്ത്രിക്കാൻ കർത്താവിന്റെ കൂടെ വാഴുന്ന പുരുഷന്മാർ, മക്കൾ, പുരുഷന്മാരും സ്ത്രീകളും കർത്താവിനൊപ്പം വാഴുന്ന ജനതയെ ജനിപ്പിക്കാനും വളർത്താനുമായിട്ടുള്ള വലിയ ദൗത്യം, അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള വലിയ ദൗത്യം കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് സ്ത്രീയുടെ മറ്റൊരു മഹനീയമായിട്ടുള്ള ശ്രേഷ്ഠത. അവൾ വചനത്തിന്റെ സ്ത്രീയാണ്. ഇനി അടുത്തത് അവൾ ഭവനത്തിന്റെ സ്ത്രീ കൂടിയാണ്. നമ്മൾ പുരുഷന്മാരെ കുറിച്ച് അത് പറഞ്ഞു, ആ കാര്യം. അതേ കാര്യം തന്നെയാണ് സ്ത്രീകളെ കുറിച്ചും പറയാനുള്ളത്. ഒരു വുമൺ ഓഫ് ഹോം, ഒരു വീടിന്റെ, കുടുംബത്തിന്റെ ഒരു സ്ത്രീയാണ് നമ്മൾ ബൈബിൾ പ്രകാരമുള്ള സ്ത്രീ. അപ്പൊ അതിനെക്കുറിച്ച് പറയാറുണ്ട്, പുരുഷന്മാർ വീട് പണിയുന്നു, സ്ത്രീകൾ അതിനെ ഒരു ഭവനമാക്കി മാറ്റുന്നു. കാരണം പുരുഷൻ പൈസ മുടക്കുന്നു, പുരുഷൻ ലോൺ എടുക്കുന്നു, അധ്വാനിക്കുന്നു, ചുമര് കിട്ടുന്നു, ഫൗണ്ടേഷൻ ഇടുന്നു, പാർക്കുന്നു, അതിലെല്ലാം ഫർണിഷ് ചെയ്യുന്നു, അതെല്ലാം വളരെ മനോഹരമാണല്ലേ. പക്ഷേ ഇതിനെ ഒരു ഭവനമാക്കി മാറ്റാൻ ഹോം മേക്കർ എന്നാണ് സ്ത്രീയെ വിളിക്കുന്നത്. ഹോം മേക്കർ അതെന്തൊരു വലിയ പരിപാടിയാണ് അല്ലേ. ഹോം മേക്കർ, അതിനെ നമ്മൾ ഹൗസ് വൈഫ് ആക്കി മാറ്റിക്കളഞ്ഞു. അങ്ങനെ പറയരുത്. ഹൗസ് വൈഫ് അല്ല,
ഷീസ് എ ഹോം മേക്കർ. അവളാണ് ഭവനത്തെ നിർമ്മിക്കുന്നത്. അവളാണ് ഇസ്രായേൽ ഗ്രഹത്തെ നിർമ്മിച്ചത് എന്ന് പറയുന്ന പോലെ ഭവനത്തെ നിർമ്മിക്കുന്ന സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ ഒരു വീടിനെ ഒരു കുടുംബമാക്കി, ഒരു ഭവനമാക്കി മാറ്റുന്നത് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ, അവിടേക്ക് വരുന്ന അതിഥികളുടെ അതിലെ സുഖവും സൗകര്യങ്ങളും അവിടെയുള്ള മറ്റ് സാധനങ്ങളും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, അങ്ങനെ എന്തെല്ലാം വലിയ ദൗത്യങ്ങളാണല്ലേ. വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന എത്രയും വീടുകളുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ഒരിക്കൽ വരും, രണ്ടാം പ്രാവശ്യം വരണമെങ്കിൽ എന്ത് നടക്കണം അറിയോടെ? അത് നമുക്കെല്ലാം അറിയാം അല്ലേ. ഇപ്പോ എത്ര ഒരിക്കലും സ്ത്രീയോട് മിണ്ടാത്ത പുരുഷനാണെങ്കിൽ പോലും രണ്ടാമത് ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ പറയും, ആ വീട്ടിലെ സ്ത്രീയെ ഞാൻ കണ്ടില്ലല്ലോ, അവരോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. ചില സ്ത്രീകളുണ്ട് അങ്ങനെ ചായ അവിടെ കൊണ്ട് വെച്ചിട്ട് ചായ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പോക്കാല്ലേ. അപ്പൊ ആദ്യം വരില്ല, അവരുടെ പണിയതാണ്. ചായ കൊടുക്കലും ഒക്കെ പുരുഷന്മാർക്ക് കടമയാണ്. പക്ഷെ സ്ത്രീയാണ് വീട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. ഒരിക്കൽ വരും, അത് പിന്നെ അബദ്ധം ആർക്കും പറ്റൂല്ലോ, രണ്ടാം പ്രാവശ്യം പോകില്ല. അപ്പൊ നിങ്ങളൊരു വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വരണമെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചില സൗകര്യമാരുടെ വീടുകളെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുള്ള കാരണം വെച്ചാൽ അവർ ഇവിടെ വിട്ടൊക്കെ പോയിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ, വലിയ സിറ്റികളിലൊക്കെ പോയി, ബാംഗ്ലൂര്, മുംബൈ, അതുപോലെ ഗൾഫുകളിലൊക്കെ പോയ പല ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ വീട്ടമ്മമാര് പലപ്പോഴും ജോലിക്കുന്ന പോയ ആളുകളൊന്നുമല്ല, അവർ വീട്ടിൽ നിന്ന് ആളുകളാണ്. പക്ഷെ ആ വീട്ടിലേക്ക് അവർ ആളുകളെ കൊണ്ടുവന്നു. എവിടെന്നെങ്കിലുമൊക്കെ ആളുകൾ പഠിക്കാൻ പോവുകയും ജോലി ചെയ്യാൻ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്ന, അവരുടെ ഏകാന്തത അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് സംശയം തോന്നുന്ന ആളുകളൊക്കെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരോട് സംസാരിച്ചു, വീട് അവർക്ക് തുറന്നു കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്തോ ഒരു വലിയ ശുശ്രൂഷ അവർ ചെയ്തത്. കുടുംബം വളർത്തിയ, കുടുംബത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന സ്ത്രീകൾ അല്ലേ. അപ്പൊ കുടുംബത്തിന്റെ പ്രൈമസി സ്ത്രീക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. സ്ത്രീ പൊതുവെ കുടുംബത്തിന്റെ സ്ത്രീയാണ്, പൊതുവെ സ്ത്രീകളൊക്കെ കുടുംബത്തിന്റെ ആൾക്കാരാണ്. പക്ഷെ കുടുംബത്തിന് വലിയ റോളുകൾ നിർവഹിക്കാനുണ്ടെന്നും അതിൽ എൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അറിയുന്ന ഒരു സ്ത്രീ, അങ്ങനെയുള്ള സ്ത്രീകളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതാണ് നിങ്ങൾക്കുള്ള വലിയ ആഹ്വാനം. അപ്പോ ആരുടെ വെല്ലുവിളിയാണ് വലുത്? ഇവിടെ ഇരിക്കുന്ന യുവന്മാരുടെ വെല്ലുവിളിയാണോ, നിങ്ങളുടെ വെല്ലുവിളിയാണോ? ഏതാ വലുത്? നിങ്ങൾക്കുള്ള കോളാണോ, ഇവർക്കുള്ള കോളാണോ? ഏതാ വലുത്? രണ്ടും ഒരുപോലെ ഭയപ്പെടുത്തുന്ന അല്ലെ, രണ്ടും ഒരുപോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന, കർത്താവെ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ, ഞങ്ങൾ അത്ര ബലഹീനരാണ്, ഇതെന്തൊരു മഹത്തായ വിളിയാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, നമ്മുടെ അശക്തിയെ ഉറപ്പിക്കുകയും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് സ്ത്രീത്വത്തെക്കുറിച്ചും പുരുഷത്വത്തെക്കുറിച്ചും ബൈബിൾ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. അപ്പൊ ബൈബിൾ പ്രകാരമുള്ള സ്ത്രീ ആവുക എന്നുള്ളത് നിങ്ങളുടെ മഹത്തായ കോളിംഗ് ആണ്, നിങ്ങൾക്കുള്ള ഗംഭീരമായിട്ടുള്ള വിളിയാണ്, നിങ്ങളുടെ ദൗത്യമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ സാഫല്യമാണ്. ടു ബിക്കം എ മാൻ ആഫ്റ്റർ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ഒരു വുമൺ ആഫ്റ്റർ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ഒരു സ്ത്രീയായി തീരാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എന്താണ് സ്ത്രീത്വം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീത്വത്തെ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പുരുഷത്വം, അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. കാരണം സ്ത്രീത്വം എപ്പോഴും പുരുഷന്മാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാം. അപ്പൊ പുരുഷത്വത്തോട്, പുരുഷന്മാരോട്, പുരുഷവർഗത്തോട്, പുരുഷ കേസരികളോട് ഒക്കെയുള്ള നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ സമീപനം, അതിനെയാണ് നമ്മൾ ഫെമിനിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫെമിനിറ്റി എന്ന് പറഞ്ഞാല്, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരുമായിട്ട് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അല്ലേ, പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, പല തലത്തിലും പല തരത്തിലുമുള്ള ബന്ധങ്ങളുണ്ട്. ഈ എല്ലാ ബന്ധങ്ങളിലും സ്ത്രീക്കൊരു സ്ഥായിയായിട്ടുള്ള ഭാവമുണ്ട്. ഈ ഭാവത്തെയാണ് നമ്മൾ ഫെമിനിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ പുരുഷന്മാർ വരുമ്പോഴേക്കും അറ്റൻഷൻ, എന്താ പറയാ, ചെയ്യുന്ന ചെയ്യുക, ചായ എടുക്കുന്നത് ചായ എടുക്കുക, ഗ്ലാസ് എഴുതി വെക്കുക, കിടക്കാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു 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 ഡ്യൂട്ടി ബൗണ്ട് ഒരു ഇതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അത് ആൺകുട്ടിയാണെങ്കിൽ ചെറുതായിക്കൊള്ളട്ടെ, വലിയ പ്രായമുള്ള കാരണവരായിക്കൊള്ളട്ടെ, ആ പുരുഷന്മാരുടെല്ലാം ഒരു സ്ഥായി ഭാവമുണ്ട്. ആ ഭാവത്തെയാണ് നമ്മൾ സ്ത്രീത്വം എന്ന് പറയുന്നത്. ആ ഭാവത്തിന്റെ അന്തസ്സത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് നമ്മൾ പറഞ്ഞത്, അവിടെ യോഗ്യരായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് ശക്തിയും നേതൃത്വവും സ്വീകരിക്കാനും അതിനെ അംഗീകരിക്കാനും പരിലാളിച്ച് ഉറപ്പിക്കാനുമായിട്ടുള്ള ഒരു സ്വതന്ത്ര മനസ്സ്. എന്ന് വെച്ചാൽ നിർബന്ധത്താലോ പറഞ്ഞതിനാലോ ഇങ്ങനെ ചെയ്യേണ്ടതാണല്ലോ എന്നുള്ള രീതി കൊണ്ടല്ല, ഞാൻ ഫ്രീ മൈൻഡിൽ ചെയ്യാണ്, എൻ്റെ സ്വതന്ത്ര മനസ്സോടുകൂടി ഞാൻ അംഗീകരിക്കുന്നത് എൻ്റെ ദൗത്യമാണ്. ഒട്ടും കുറഞ്ഞ ദൗത്യമല്ല, ഒട്ടും കുറഞ്ഞ ദൗത്യമല്ല. ഒട്ടും കുറഞ്ഞ ദൗത്യമാണ് എന്നും മോശമാണ് എന്നും ചുറ്റും ഒരുപാട് ആളുകൾ പറയും. അത് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതങ്ങനെയല്ല,
ഉറപ്പിച്ചുകൊള്ളുക, മനസ്സിൽ എഴുതി എഴുതി ഉറപ്പിച്ചുകൊള്ളുക. ലോകം പറയുന്നത് പോലെ ഇത് അല്പം പോലും ഒരു സെക്കൻഡ് ഗ്രേഡ് ഇതല്ല, രണ്ടാം കട പൗരത്വത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇത് പുരുഷത്വം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്ത്രീത്വവും. പുരുഷത്വത്തിന്റെ ശക്തി പോലെ, പുരുഷത്വത്തിന്റെ ബലം പോലെ തന്നെയാണ് സ്ത്രീത്വത്തിന്റെ ശക്തിയും ബലവും. അതിന് ഒരു കുറവുമില്ല എന്ന് ചിന്തിക്കാം. അവിടെയൊക്കെ പുരുഷത്വത്തിന് ഒപ്പം നിൽക്കാൻ, അതിന് ശക്തി പകരാൻ, ബലം പകരാൻ, ആ ദൗത്യം ഒരുമിച്ച് ചെയ്യാനായിട്ട് സ്ത്രീ തയ്യാറെടുക്കുന്ന പുരുഷത്വത്തോട് ഉള്ള അവളുടെ ആ മനോഭാവത്തെയാണ് നമ്മൾ ഫെമിനിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ദൗത്യം. അപ്പോൾ ഈ വലിയ ദൗത്യം ആണ് പുരുഷനാവാനും സ്ത്രീ ആവാനുമുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ, അപ്പോൾ നമ്മൾ സാധാരണ പറയാൻ 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കുന്ന ആളുകൾ വരാനാണല്ലേ. ആ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഏതാനും ആളുകൾ ബാക്കിയുണ്ട്. അപ്പോൾ വളരെ വേഗം തയ്യാറെടുക്കാനായിട്ട് സമയമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് പുരുഷൻ സ്ത്രീ എന്ന സങ്കല്പങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ പിതാവ് മാതാവ് എന്ന സങ്കല്പങ്ങളുമുണ്ട്. പുരുഷനും സ്ത്രീയും പിതാവും മാതാവും ആകാൻ കൂടിയാണ് ഈ ക്യാമ്പിൽ വന്നിരിക്കുന്നത് അല്ലേ. കാരണം ഇത് പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കുമുള്ള വിളി കൂടിയാണ്. അപ്പോൾ പുരുഷത്വത്തിന്റെ ഭാഗമായിട്ട് അവൻ പിതാവാകണം, സ്ത്രീത്വത്തിന്റെ ഭാഗമായിട്ട് അവൾ മാതാവുമായി തീരാൻ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്താണ് മാതൃത്വം, എന്താണ് പിതൃത്വം എന്നീ 2 കാര്യങ്ങൾ, ബിബ്ലിക്കൽ ഫാദർഹുഡ് ആൻഡ് ബിബ്ലിക്കൽ മദർഹുഡ്, ഈ 2 സങ്കല്പങ്ങൾ. ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് 2 വീഡിയോകളാണ്, അതുകൊണ്ട് തന്നെ അതിന് അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബിബ്ലിക്കൽ ഫാദർഹുഡിനെ കുറിച്ച്, ബൈബിൾ പ്രകാരമുള്ള പിതൃത്വം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. പിതൃത്വം ഒരു വലിയ ബാധ്യതയായാണ് ലോകം കാണുന്നത്. ദാമ്പത്യത്തിന്റെ സ്വാഭാവിക ഉൽപ്പന്നമായി മക്കളെ കാണുന്നവരും കുറവല്ല. ദാമ്പത്യത്തിന്റെ ആസ്വാദനത്തിന് തടസ്സമാകുമെന്നതിനാൽ മക്കൾ ആവശ്യമില്ല എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ മക്കൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണെന്നും മക്കളെ വളർത്തുന്നതിൽ പിതാവിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഓരോ പുരുഷനും തിരിച്ചറിയണം. ആരാണ് പിതാവെന്നും എന്താണ് പിതൃത്വമെന്നും നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ വലിയ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പിതാവ് എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ആ വാക്കിൽ തന്നെയുണ്ട് പിതൃത്വം എന്ന ആശയത്തിന്റെ ശ്രേഷ്ഠതയും വ്യാപ്തിയും. വിവാഹത്തിനായി ഒരുങ്ങുന്ന ഓരോ പുരുഷനും പിതാവാകുവാൻ കൂടിയാണ് ഒരുങ്ങുന്നത്. പിതൃത്വം പിതാവിൽ ആരംഭിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായവൻ സ്വർഗത്തിലെ പിതാവാണ് എന്ന് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തെ പോലെ സൽഗുണപൂർത്തിയുള്ളവരായി തീരുവാനുള്ള വിളിയാണ് വിവാഹിതരാകുന്ന ഓരോ പുരുഷനും ഉള്ളത്. ദൈവത്തെക്കുറിച്ച് ഉന്നതവും യോഗ്യവുമായ ചിന്തകൾ രൂപപ്പെടുത്തുവാൻ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭൂമിയിലെ പിതാവ് നൽകുന്ന പിതൃസങ്കല്പമാണ്. ബൈബിൾ പ്രകാരമുള്ള പിതൃത്വത്തിന് 3 തൂണുകളുണ്ട് എന്ന് പറയാം. നൽകുക, സംരക്ഷിക്കുക, ശാക്തീകരിക്കുക. പ്രൊവൈഡ്, പ്രൊട്ടക്റ്റ് ആൻഡ് എംപവർ. ഇവയാണ് ആ തൂണുകൾ. ആദ്യ തൂൺ നൽകുക. ഒരു പിതാവ് കുടുംബത്തിന് വേണ്ടത് നൽകുന്നവനാണ്. പ്രധാനമായും 3 മേഖലകളിലാണ് നൽകേണ്ടത്. 1 ആത്മീകം, 2 വൈകാരികം, 3 സാമ്പത്തികം. മക്കളുടെ നേതാവാണ് ആത്മീക പിതാവ്. കുടുംബത്തെ ദൈവാരാധനയിൽ നയിക്കുന്നവൻ, കുടുംബത്തിന്റെ പുരോഹിതൻ, കുടുംബത്തിന്റെ പ്രവാചകൻ. ഇവയൊക്കെയാണ് പിതാവ്. ബൈബിൾ ലോകവീക്ഷണം മക്കൾക്ക് പകർന്നു നൽകി അവരെ ദൈവവചനങ്ങൾ സത്യങ്ങളിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ പിതാവിന് വലിയ പങ്ക് ചെയ്യാനുണ്ട്. 2, മക്കളുടെ വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു കടമയാണ്. ഒരു വികാരജീവി ആയിരിക്കണം എന്ന അർത്ഥമില്ല. അതേസമയം സ്നേഹിക്കപ്പെടുവാനും അനുമുള്ള മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ ഉത്കണ്ഠകൾക്കും പരിഹാരം വരുത്തുവാൻ പിതാവിന് കഴിയണം. ഇത്തരം വൈകാരിക മേഖലകൾ അമ്മമാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. 3, കുടുംബത്തെ സാമ്പത്തികമായി കരുതുവാൻ പിതാവിന് കടമയുണ്ട്. അധ്വാനിച്ച് ജോലി ചെയ്ത് കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പ്രാഥമികമായും പുരുഷന്റെ ധർമ്മമാണ്. സ്ത്രീ ജോലിക്ക് പോകരുത് എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ കുടുംബത്തിന്റെ നാഥൻ എന്ന നിലയിൽ സാമ്പത്തിക സുസ്ഥിതി പിതാവ് ഉറപ്പാക്കണം. ഇനി നമുക്ക് 2ാമത്തെ തൂണിനെ കുറിച്ച് സംസാരിക്കാം. അത് സംരക്ഷണത്തിന്റെ തൂണാണ്. ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ട ചുമതല ബൈബിൾ പ്രകാരമുള്ള പിതാവിനുണ്ട്. അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള എതിർപ്പുകളെ ചെറുത്തു തോൽപ്പിക്കണം. ആദ്യമായി അപകടകാരികളായ മുതിർന്നവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. ബാല്യത്തിൽ കുഞ്ഞുങ്ങളെ ഉന്നമിടുന്ന മുതിർന്നവരുണ്ട്.
മയക്കുമരുന്ന് മാഫിയ വല വിരിച്ച് കാത്തിരിക്കുന്ന കാലമാണിത്. തെറ്റിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന മുതിർന്നവരിൽ നിന്നും മക്കളെ പിതാവ് സംരക്ഷിച്ചു നിർത്തണം. രണ്ടാമതായി, അപകടകാരികളായ കൂട്ടുകാരിൽ നിന്നും സംരക്ഷണം നൽകണം. മക്കൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ സുഹൃത്സമ്മതം വളരെ ശക്തമാകുന്നു. കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴിവിട്ട് തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മക്കളെ സംരക്ഷിക്കാനും നോ പറയാൻ സജ്ജരാക്കുവാനും പിതാവിന് കടമയുണ്ട്. മൂന്നാമത്, അപകടകരമായ ആശയങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു നിർത്തണം. മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റി വഴിതെറ്റിക്കുന്ന എത്രയെത്ര ആശയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ പിതാവ് ശ്രദ്ധയുള്ളവനായിരിക്കണം. ഇനി മൂന്നാമത്തെ തൂണിനെ കുറിച്ച് പറയാം. അത് ശാക്തീകരണത്തിന് തൂണാണ്. മക്കളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ശാക്തീകരിച്ച് വളർത്തുക എന്ന കടമ പിതാവിനുണ്ട്. അവർ വളരുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിൻ്റെയും തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്ന തിരിച്ചറിവിൽ മക്കളെ വളർത്തണം. കുഞ്ഞായിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ തീരുമാനമെടുക്കും, അവർക്ക് സുരക്ഷിത കവചമൊരുക്കും. എന്നാൽ അവർ കൗമാരം പിന്നിടുന്നതോടെ അവരുടെ ജീവിതത്തെ ഗൗരവമായി കണ്ട് പരിണിത ഫലങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി മക്കൾക്ക് നൽകണം. അതായത് അവരെ പക്വതയിലേക്ക് കൈപിടിച്ച് നടത്തണം. അവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല, നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുമെങ്കിലും ജീവിതത്തെ ഗൗരവമായി കാണാൻ അവരെ പഠിപ്പിക്കണം. പക്വതയുടെ യാത്രയിൽ ചിലപ്പോൾ കാലിടറി വീണെന്നിരിക്കാം. ഇടറാതെ ആടിയ പാദങ്ങളില്ല, പതറാതെ പാടിയ പാട്ടുകളുമില്ല എന്ന് ഓർക്കുക. ഈ വിശാല ലോകത്ത് മക്കളെ എപ്പോഴും താങ്ങി നിർത്താൻ പിതാവിൻ്റെ കരങ്ങൾക്കാവില്ല. ഒരിക്കലും ബലഹീനമാകാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ സുരക്ഷിതമായി ഏൽപ്പിക്കുമ്പോൾ പൈതൃകം ധന്യമായി മാറുന്നു. അതെ, ബൈബിൾ പ്രകാരമുള്ള പിതൃത്വം ഒരു മഹത്തായ പദവിയും ഗൗരവമേറിയ കർത്തവ്യവുമാണ്. നമുക്ക് അതിനായി തയ്യാറെടുക്കാം. ബിബ്ലിക്കൽ മദർഹുഡ്. മാതൃത്വത്തിലേക്കുള്ള വിളി വളരെ ഉന്നതമായ വിളിയാണ്. എന്നാൽ സമകാലിക സമൂഹത്തിൽ നിന്ന് ആശയപരമായ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒന്നാണ് മാതൃത്വം. ഗർഭധാരണവും പ്രസവവും മക്കളെ വളർത്തലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടും കരിയറിനും സ്വാതന്ത്ര്യത്തിനും അത് തടസ്സമായതുകൊണ്ടും വൈകിപ്പിക്കണമെന്നും വേണ്ടെന്ന് വയ്ക്കണമെന്നും കരുതുന്ന സ്ത്രീകൾ നിരവധിയുണ്ട്. മക്കളുടെ കാര്യത്തിൽ പ്രയാസവും ക്ലേശവും മുഴുവൻ മാതാവിനും അംഗീകാരവും ബഹുമാനവും പിതാവിനും ലഭിക്കുന്നുവെന്ന ചിന്തയുമുണ്ട്. എന്താണ് ബൈബിൾ പ്രകാരമുള്ള മാതൃത്വം എന്ന് നോക്കാം. ഉൽപ്പത്തി 3:20 മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ട് എന്ന് വായിക്കുന്നു. ഈവ് അഥവാ ഹവ്വ എന്നാൽ ജീവൻ നൽകുന്നവൾ, ജനനി എന്നർത്ഥം. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ എന്ന് ആദം വിശേഷിപ്പിക്കുന്നു. അതുവരെ സ്ത്രീക്കുണ്ടായിരുന്നത് മറ്റൊരു പേരായിരുന്നു. അവിടെ ഒരു ചിത്രമുണ്ട്. ദൈവത്തെ അവിശ്വസിച്ച് തെറ്റ് ചെയ്ത് അതിന്റെ വലിയ ശാപം ഏറ്റുവാങ്ങി നിൽക്കുന്ന ആദ്യ മാതാപിതാക്കളുടെ ചിത്രം. നിരാശയും സങ്കടവും നിറഞ്ഞ സാഹചര്യം. അപ്പോഴതാ ജീവിതത്തിന് പുതിയ പ്രതീക്ഷയും ഉയരും നൽകുന്ന ഒരു നാമകരണം അവിടെ നടക്കുന്നു. പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്ന പുതിയ തലമുറകളുടെ സാധ്യത അവരുടെ മുമ്പിൽ കാണുന്നു. തലമുറകൾക്ക് ജന്മം നൽകാൻ മാതാവും ജനനിയുമായി സ്ത്രീ നിൽക്കുന്നു. തലമുറകൾക്ക് ജന്മം നൽകാനും അതുവഴി പ്രപഞ്ചത്തെ കീഴടക്കി വാഴാനുമുള്ള സൃഷ്ടിയിലെ അനുശാസനം പൂർത്തീകരിക്കാനുമുള്ള വലിയ സാധ്യതയാണ് സ്ത്രീ സമ്മാനിക്കുന്നത്. മാതൃത്വം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലിയാണെന്ന് പറയാറുണ്ട്. അതേസമയം ഏറ്റവും പ്രതിഫലമുള്ളതും തൃപ്തിദായകവുമായ ദൗത്യവും മാതൃത്വമാണ് എന്നത് മറക്കരുത്. ദൈവിക തൃത്വത്തിലെ രണ്ടാമനായ നമ്മുടെ കർത്താവ് ഒരു യഹൂദ കന്യകയുടെ ഉദരത്തിലാണ് ജഡം ധരിച്ചത് എന്ന് ഓർമ്മിക്കുക. മാതൃത്വത്തിന്റെ മഹത്വം അവിടെ നമുക്ക് ദർശിക്കാം. എന്തൊക്കെയാണ് മാതൃത്വത്തിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. 1. മാതാവ് തലമുറകളെ പ്രസവിച്ച് വളർത്തുന്നു. മൾട്ടി ജനറേഷണൽ വിഷൻ. വരും തലമുറയെക്കുറിച്ചുള്ള വലിയ ദർശനമാണ് മാതൃത്വത്തിന്റെ ഒരു ശ്രേഷ്ഠത. വരും തലമുറകളെക്കുറിച്ച് അവൾ ശ്രദ്ധയോടെ ചിന്തിക്കുന്നു. നല്ല തലമുറകളുടെ പ്രാധാന്യവും ആവശ്യകതയും മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി സ്വയം സമർപ്പിക്കുന്നു. വരും തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് കർത്താവിന്റെ അമ്മ പറയുന്നു. ഭാഗ്യവതി എന്ന പ്രകീർത്തനം കേൾക്കാൻ ഓരോ അമ്മയ്ക്കും കഴിയും.
2, മാതാവ് തലമുറകളെ സ്വാധീനിക്കുന്നു. മക്കളെ സ്വാധീനിക്കുന്ന പല വ്യക്തികളും പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ഏറ്റവും ആഴമുള്ളതും മാറാത്തതുമായ സ്വാധീനത്തിന്റെ മുദ്രകൾ മക്കളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നത് മാതാവാണ്. തൊട്ടിലാട്ടുന്ന കരങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന പഴമൊഴി ഓർക്കാം. ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ജീവിത ഭാഗധേയത്തെക്കുറിച്ചും ഒക്കെയുമുള്ള ശ്രേഷ്ഠ ചിന്തകൾ ഇട്ടു നൽകി സ്വാധീനിക്കാൻ അമ്മയ്ക്ക് കഴിയും. തലമുറകളെ നന്മയിലേക്ക് സ്വാധീനിച്ച് വളർത്തുന്നതിലും ശ്രേഷ്ഠമായ ഒരു ദൗത്യം സങ്കല്പിക്കാൻ ആകില്ല. സത്യസന്ധരായ ഏതു പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാവിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഏറ്റുപറയും എന്നതിന് സംശയമില്ല. 3, മാതാവ് വിശ്വാസം പകരുന്നു. പൗലോസ് യുവനേതാവായ തിമോത്തിയോസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ യൂനീക്കയും വലിയമ്മ ലോവിസും പകർന്നു നൽകിയ വിശ്വാസത്തെക്കുറിച്ച് വാചാലനാകുന്നു. മക്കളുടെ ഏറ്റവും വലിയ ആവശ്യം അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ടാകണം എന്നതാണെന്ന് ഒരമ്മ തിരിച്ചറിയും. മക്കളെ പോറ്റി വളർത്തുന്നതിനൊപ്പം അവരിൽ വിശ്വാസത്തിന്റെ ആദ്യ സ്ഫുലിംഗങ്ങൾ ഉണർത്താൻ ഒരമ്മയ്ക്ക് കഴിയും. അവിശ്വാസവും അന്ധവിശ്വാസവും അക്രമവും അരങ്ങു തകർക്കുന്ന ലോകത്തേക്ക് ജീവിതയോധനത്തിനിറങ്ങുന്ന ഒരു മകനും മകളും വിശ്വാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച അമ്മയെ മറക്കുമോ? എന്തൊരു ശ്രേഷ്ഠമായ പദവിയാണത്. 4, മാതാവ് സ്നേഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്നേഹം മാതൃസ്നേഹമാണെന്ന് പറയാറുണ്ട്. നൊന്ത് പ്രസവിച്ച മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന മാതാവ് അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറാകും. അതുകൊണ്ടാണ് സ്നേഹം, കരുണ, ആർദ്രത, ത്യാഗം തുടങ്ങിയവയുടെ മറുപേരായി അമ്മ മാറുന്നത്. തെറ്റുകൾ ചെയ്യുമ്പോൾ പോലും വെറുക്കാതെ മക്കളെ സ്നേഹിക്കാൻ അമ്മ മനസ്സിന് കഴിയുന്നു. മക്കൾക്ക് വേണ്ടി ഒരു യാഗമായി തീരുന്ന അമ്മയുടെ ചിത്രം അതീവ ഹൃദ്യമാണ്. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു എന്ന പൗലോസിന്റെ വാക്കുകളും അമ്മയെപ്പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന സാക്ഷാൽ ദൈവം തമ്പുരാന്റെ വാക്കുകളും മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. അതെ, മാതൃത്വം മഹനീയമാണ്, കുലീനമാണ്, ദൈവീകമാണ്. വിവാഹിതരാകുന്ന ഓരോ സ്ത്രീക്കുമുള്ള വിളി ഈ ഉന്നത വിളിയാണ്. അതിനെ അവമതിക്കുന്ന വികല സങ്കല്പങ്ങളെയും മാതൃകകളെയും തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാം. വരൂ, നമുക്ക് ബൈബിൾ പ്രകാരമുള്ള അമ്മമാർ ആകാം. ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. ഒരു ജോലി ചെയ്യാത്ത സ്ത്രീ എന്നാണ് പൊതുവെ വീട്ടമ്മമാരൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ്, അവരെ വളർത്തുന്ന ജോലി ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു ചടുപ്പും വേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും സങ്കോചം വേണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും ചെറുതായി ചിന്തിക്കണ്ട. മക്കളെ പ്രസവിച്ച് വളർത്തുകയും അവരെ പ്രാപ്തരായ പുരുഷനും സ്ത്രീയുമായി, ദൈവവചനപ്രകാരമുള്ള പുരുഷനും സ്ത്രീയുമായി ലോകത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന ദൗത്യം ചെയ്യുന്ന ഒരു മാതാവും ചെറിയ ജോലിയല്ല ചെയ്യുന്നത്, അവൾ ലോകത്തിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും നിങ്ങൾക്ക് പോരാടാം, ധൈര്യമായിട്ട് പറയാം. അത് നിങ്ങൾ കേട്ടോണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ഒട്ടും സങ്കോചപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ശൃംഖിക്കുന്ന കാര്യമൊന്നുമില്ല. അയ്യോ, ഞാൻ ജോലി ചെയ്യാൻ പോകുന്നതുകൊണ്ട് കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. അത് ലോകം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഗോൾഡ മേയർ, ഇസ്രയേലിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഗോൾഡ മേയർ. അപ്പൊ അവർ പറഞ്ഞൊരു പ്രസ്താവന വാക്യാണ്: ഞാൻ എൻ്റെ വീട്ടിൽ ഓഫീസിൽ നിന്നിട്ട് എൻ്റെ ഭർത്താവിനും മക്കൾക്കും ചായ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് ഇസ്രയേലിലെ പ്രൈം മിനിസ്റ്റർ സീറ്റിൽ എനിക്ക് കിട്ടുന്ന സന്തോഷമല്ല എന്ന് പറഞ്ഞു. അവർ ഇസ്രയേലിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അവർ ഇസ്രയേലിനെ നയിച്ച സ്ത്രീയാണ്. പക്ഷെ അവർ പറയാണ്, എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ചായ കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഒട്ടും കുറവുള്ള ജോലിയല്ല. അപ്പൊ ലോകം പലതും പറയും, ഒട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓടി ഹാക്കം പറഞ്ഞ രസകരമായ പ്രസ്താവനയുണ്ട്. കോണ്ടലീസ റൈസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയെ കുറിച്ചും പറഞ്ഞ പ്രസ്താവനയുണ്ട്. കോണ്ടലീസ റൈസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രസിഡന്റ് ബുഷിന്റെ കാലത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കോണ്ടലീസ റൈസ്. അവർ ആഫ്രിക്കൻ വംശജയാണ്, നീഗ്രോയുടെ വംശജയാണ്. അപ്പൊ അവര് വളരെ പഠിച്ച് വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള സ്ത്രീയാണ്. നല്ല വലിയ പണ്ഡിതയായിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള സ്ത്രീയാണ്.
അപ്പോൾ അദ്ദേഹം പറയാണ് കോണ്ടലീസ റൈസ് വളരെ കഴിവും ശേഷിയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഉന്നത സ്ഥാനമുള്ള ഒരു സ്ത്രീയാണ്. അവര് അവരുടെ ജീവിതത്തിൽ മുഴുവൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കൊപ്പം നിന്നു. അവര് പ്രസിഡന്റ് ബുഷിനൊപ്പം നിന്നു. പ്രസിഡന്റ് ബുഷിന്റെ നയങ്ങളെ പിന്താങ്ങിക്കൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാവിധ ഇടപാടുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ താങ്ങി നിർത്തിക്കൊണ്ട് ശക്തിയായി കൂടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ഭാര്യ അവൾ വിദ്യാസമ്പന്നയാണ്, അവൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, അവൾ എന്റെ എല്ലാ തീരുമാനങ്ങൾക്കും എന്റെ ഒപ്പം നിൽക്കുന്നു, എന്റെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്റെ മക്കളെ അവർ കൊണ്ടുപോലെ നോക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നു, അവരെ വചനം പഠിപ്പിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് കോണ്ടലീസ റൈസും സെലിബ്രിറ്റിയും എന്റെ ഭാര്യ ആരും അറിയപ്പെടാത്ത ജോലിയില്ലാത്ത ഒരു വീട്ടമ്മയുമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ഇതെന്തൊരു ചിത്രമാണെന്ന് ചോദിച്ചു, ഇതെന്തൊരു ലോകമെന്ന് ചോദിച്ചു. ഈ ലോകം എങ്ങനെയാണ്? വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഒരു പണിയുമില്ല എന്ന് ചിന്തിക്കുന്ന, മക്കളെ വളർത്തുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാക്കി മാറ്റുന്ന ഒരു ലോകത്ത്, കോണ്ടലീസ റൈസും അങ്ങനെ സെലിബ്രിറ്റികളാവുന്ന ഒരു ലോകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജോലിയാണെന്ന് ചിന്തിക്കാം. ഏറ്റവും മഹനീയമായിട്ടുള്ള വിളിയാണ് നിങ്ങളുടെ മുമ്പിലുള്ള വിളി എന്ന് ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് സങ്കോചം വേണ്ട, ഒരു വിധത്തിലുള്ള തലകുനിക്കലും വേണ്ട. അപ്പോ ധൈര്യമായിട്ടിരിക്കാം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹനീയ ദൗത്യം അത് കർത്താവ് നിർത്തിക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്റെ സെഷന്റെ ഭാഗമായിട്ട്. ഈ സെഷന് ഞാൻ എടുക്കുന്ന പേര് ശരീരത്തിന്റെ വേദശാസ്ത്രം എന്നാണ്, ദ തിയോളജി ഓഫ് ദി ബോഡി. അപ്പൊ സാധാരണ ഇതിന് വേറെ പേരുകളിലൊക്കെയാണ് നമ്മൾ കേൾക്കാറ്. എന്താണ് സാധാരണ പറയാറ്? ശരീരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്താണ്? ബയോളജി അല്ലേ? ബയോളജി എന്ന് ചെറിയ ക്ലാസ്സിൽ പറയും. കുറച്ചും കൂടെ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാട്ടമി എന്ന് പറയും. പിന്നെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഫിസിയോളജി എന്ന് പറയും അല്ലേ? എന്നാൽ ഞാനിതിന് അനാട്ടമിയും ഫിസിയോളജിയും എന്നല്ല പറയുന്നത്, ഞാനിതിനെ തിയോളജി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തിയോളജി ഓഫ് ദി ബോഡിയാണ്. തിയോളജി ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിനൊരു വേദശാസ്ത്രമുണ്ട്. ശരീരത്തിന്റെ വേദശാസ്ത്രം ഒരു വളരെ രസകരമായിട്ടുള്ള വേദശാസ്ത്രമാണ്, വളരെ അത്ഭുതകരമായിട്ടുള്ള വേദശാസ്ത്രമാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ പുരുഷത്വത്തെ കുറിച്ചും സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന, നമ്മുടെ കണ്ണുകളേക്ക് വിടർത്തുന്ന, നമ്മുടെ ചിന്തകളേക്ക് ഉണർത്തുന്ന ഒരു കാര്യമായിട്ട് തന്നെ അത് നിൽക്കുകയാണ്. അപ്പൊ ശരീരത്തിന്റെ വേദശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ഞാൻ അത്ഭുതകരമായിട്ട്, ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്, സോ ഐ പ്രൈസ് യു ലോർഡ് എന്ന് പറയുന്ന പ്രസ്താവന. എൻ്റെ ശരീരം എത്ര വണ്ടർഫുള്ളാണ് ആൻഡ് സോ ഫിയർഫുൾ ഓൾസോ. അതുകൊണ്ട് ഞാൻ കർത്താവെ നിന്നെ പുകഴ്ത്തുന്നു എന്ന് പറയുന്ന ആ വാക്കുകൾ, അത് അതുകൊണ്ടാണ് പറയുന്നത് തിയോളജിയാണ്. ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ ശരീരത്തെ കുറിച്ച് പഠിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, യു ആർ ഡൂയിങ് സംതിങ് സിൻഫുൾ. പറ്റുന്നില്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ട്, എന്താ പ്രശ്നമുണ്ട്? കാരണം ശരീരത്തെ കുറിച്ച് പറഞ്ഞ ശേഷം പ്രൈസ് ദി ലോർഡ് പറയാൻ പറ്റണം അല്ലേ? അതിനെക്കുറിച്ച് ടോസർ പറഞ്ഞൊരു പ്രസ്താവന പണ്ട്. ടോസർ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ ആളാണ്, A.W. ടോസർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ഏതെങ്കിലും ആട്രിബ്യൂട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട്, ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രത്യേകതയെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളിൽ ഒരു ആരാധനയുടെ ഭാവം നിറയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയാണെന്ന് അർത്ഥം. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ പാപമാണ് ചെയ്യുന്നത് അർത്ഥം. കാരണം അതാണ് മനുഷ്യനെ സ്വാഭാവികമായിട്ടുള്ള ആരാധനയുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ അതുപോലെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ, പഠിച്ചാൽ, നമ്മുടെ സ്ത്രീ പുരുഷ ശരീരങ്ങളുടെ പ്രത്യേകതകളും അതിന്റെ സങ്കീർണതകളും ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ തിയോളജി ഓഫ് ദി ബോഡിയെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം, അത് നേരിട്ടതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ഒരു മൂവ്മെന്റ് ഉണ്ട്. അതിന്റെ പേര് ഇന്റലിജന്റ് ഡിസൈൻ എന്നാണ്. ID എന്ന് പറയും. ID നിങ്ങളുടെ വാക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന വലിയ ഒരു മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വേദശാസ്ത്രികളായിട്ടുള്ള ആളുകൾ, ക്രൈസ്തവ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, നല്ല ചിന്തകരായിട്ടുള്ള ആളുകൾ, ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാദമുഖമാണ് ഈ ഇന്റലിജന്റ് ഡിസൈൻ എന്ന് പറയുന്ന സാധനം. ID എന്ന് പറയും. ID നിങ്ങൾ ID ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്ന് പറയുന്നറിയോ? ദാറ്റ്സ് എ സ്യൂഡോ സയൻസ് എന്ന് പറയും. സ്യൂഡോ സയൻസ്. കാരണം അത് എഡിറ്റേഴ്സ് ആരാണോ എഡിറ്റ് ചെയ്യുന്നത് അവന്റെ ബോധത്തിനനുസരിച്ച് ചെയ്യുള്ളൂ അല്ലേ? അവർ സ്യൂഡോ സയൻസ് എന്നേ പറയുള്ളൂ.
പക്ഷേ ഇന്റലിജന്റ് ഡിസൈൻ എന്ന് പറയുന്നത് 100% സയൻസ് ആണ്. ഒരു സംശയവുമില്ല, 100% സയൻസ് ആണ്. ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ അതിന്റെ പിന്നിലുള്ള ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ യൂണിവേഴ്സ് ആൻഡ് ലൈഫ് were produced by intelligent design, not unguided evolution. അപ്പോൾ അത് പ്രപഞ്ചത്തെ നോക്കി, ലോകത്തെ നോക്കിയിട്ട് പൊതുവെ പറയുന്ന ഒരു പ്രസ്താവനയാണ്. ഈ പ്രപഞ്ചവും ഈ ലോകവും നമ്മൾ കാണുന്ന സാധനവും ഒക്കെ ഒരിക്കലും അൺഗൈഡഡ് ആയിട്ട്, എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട്, എവല്യൂഷൻ കൊണ്ട് ഉണ്ടായി വരാൻ സാധിക്കുകയില്ല. അതിന്റെ പുറകിൽ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ബുദ്ധി ഉണ്ട്, അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട്. ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഈസ് ബിഹൈൻഡ് ദിസ് എന്ന് പറയുന്ന ചിത്രം, അത് ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് അതിന്റെ തിയോളജി ഓഫ് ദി ബോഡി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ശരീരം പോലെ ഇന്റലിജന്റ് ഡിസൈനിന്റെ ഫീച്ചേഴ്സ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു മേഖലയുമില്ല. പ്രപഞ്ചം അവിടെ നിൽക്കട്ടെ, കോസ്മോസ് അവിടെ നിൽക്കട്ടെ, കോസ്മോസിൽ അതുകൊണ്ട് ഒരു സംശയവുമില്ല. ഇത്രയും ലോകത്തിന്റെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ കയറിയിട്ട് നോക്കിയിട്ട് പ്രപഞ്ചത്തെ കണ്ടിട്ട് അതിന്റെ ഡിസൈനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. ഹബിൾ ടെലിസ്കോപ്പിന്റെ പടവും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ ആണ് നാസയൊക്കെ പുറത്തുവിടുന്ന ചിത്രങ്ങളൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കിയാൽ അവിടെ പ്രകടമാകുന്ന ഡിസൈൻ, ചിലർ പറയുന്നത് ഓവർ ഡിസൈൻ എന്നാണ്, മോർ ദാൻ ഡിസൈൻ എന്നാണ്. ആ ഡിസൈൻ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രത്തെ, അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ കരങ്ങളെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് there is a theology behind it, and that's a wonderful theology. അപ്പോൾ അതിന്റെ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ റിഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈഫൽ ടവർ കേട്ടിട്ടുണ്ടല്ലോ? ഈഫൽ ടവർ അല്ലേ? എവിടെയാണ് ഈഫൽ ടവർ ഉള്ളത്? പാരീസ് അല്ലെ? പാരീസിലെ ഏറ്റവും ലോകപ്രസിദ്ധമായിട്ടുള്ള നിർമ്മിതിയാണ് ഈഫൽ ടവർ. ഈഫൽ ടവറിന്റെ നിർമ്മിതിയിൽ അവരെ സഹായിച്ചത് എന്താണെന്നറിയോ? ഇപ്പൊരു സാധനം കണ്ടോ? അത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു എല്ലാണ്, ഫീമർ എന്ന് പറയുന്ന എല്ലാണ്, തുടയൽ. ഈ എല്ലിന്റെ പാറ്റേൺ, അതിനെ ട്രബിക്കുലാർ പാറ്റേൺ, ട്രബിക്കുല എന്ന് പറയും. ആ പാറ്റേൺ കണ്ടോ? ആ എല്ലുകളുടെ ഉള്ളില് അങ്ങനെ എയർ പോക്കറ്റ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പാറ്റേൺ. ആ പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് വളരെ വളരെ വണ്ടർഫുൾ ഡിസൈൻ. ആ ഡിസൈനിന്റെ പാറ്റേൺ കണ്ടോ? ആ പാറ്റേണിനനുസരിച്ചാണ് ഈഫൽ ടവറിന്റെ നിർമ്മാണം അവർ നടപ്പിക്കുന്നത്. എങ്ങനെ ചെയ്തെന്നറിയോ? നമ്മുടെ ശരീരം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഭാരം താങ്ങുന്നതിന്റെ ഫീമറാണ്. എനിക്ക് ഈ എൻ്റെ ഹിപ്പിന്റെ മൂവ്മെന്റ്സ് മുഴുവൻ നടക്കുന്ന ഇവിടെയാണ്. ഞാൻ കുനിയും ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്നു, എൻ്റെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ പോകുന്നു. ഞാൻ ഒരു കാലം നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാരം ഒറ്റ ഫീമറിലാണ് പോകുന്നത്. ആ ഫീമറിന് ഇത്രമാത്രം മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, ഇത്രമാത്രം ബലമെടുക്കാൻ സാധിക്കുന്നു. പക്ഷെ ഇതിനൊട്ടും കനമില്ല. ഈ എല്ല് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കനമില്ല. നമ്മൾ ഈ കാളയുടെ ഒക്കെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എല്ല് പിടിക്കുമ്പോൾ എല്ലിന് കനമില്ല. പക്ഷെ ആ എല്ല് താങ്ങുന്ന ബലം എന്ന് പറയുന്നത് അതിശയകരമായ ബലമാണ്. അത്രയും ഭാരം താങ്ങണമെങ്കിൽ ഇരുമ്പ് എടുത്താൽ പൊന്തില്ല. നമ്മുടെ ശരീരത്തിൽ ഈ ഫീമറിന് പകരം ഇരുമ്പ് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും ഭാരം ഉണ്ടാവും. ഇതിനുള്ളിൽ മുഴുവൻ എയർ നിറച്ച് എല്ലുകൾ കാൽസ്യത്തിന്റെ പോക്കറ്റുകൾ അങ്ങനെ അവിടെ അവിടെ നിർത്തി ഒരു പ്രത്യേക പാറ്റേണിൽ അതിനുണ്ടാക്കിയിട്ട് അതിനെ ഏറ്റവും ഭാരം കുറഞ്ഞ നിലയിൽ വെക്കുകയും അതിനെ അജൈലാക്കി നിർത്തുകയും ചെയ്യുന്ന ആ ഡിസൈൻ, ദാറ്റ്സ് എൻ ഓവർ ഡിസൈൻ, ദാറ്റ്സ് എ സൂപ്പർ ഡിസൈൻ, സൂപ്പർ ഇന്റലിജന്റ് ഡിസൈൻ, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് ഈ ഫീമർ പൊട്ടിച്ചെടുത്തിട്ടാണ് ഈഫൽ ടവറിന്റെ സ്ട്രക്ചർ അവരുണ്ടാക്കിയത്. താഴെ വേറൊരു സാധനം കണ്ടോ? അതിന്റെ പേര് ATP സിന്തൈസ് മോട്ടർ എന്നാണ്. നിങ്ങൾ അതിനെ വെച്ച് കേട്ടിട്ടുണ്ടാകും. ATP സിന്തൈസ് മോട്ടർ എന്ന് പറയും. നമ്മുടെ ഓരോ കോശങ്ങളിലും നമുക്ക് എനർജി തരുന്നത് ADP ATP സാധനങ്ങൾ. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ ഒരു മോട്ടറുണ്ട്, എല്ലാ കോശങ്ങളിലും മോട്ടറുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ മോട്ടറുണ്ട്. ഈ മോട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ ഈ ചെവിന്ന് വെച്ചാൽ കേൾക്കില്ലുണ്ടോ? കാരണം സൗണ്ടൊന്നും കേൾക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മോട്ടറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മോട്ടറിന്റെ പേര് ATP സിന്തേസ് മോട്ടറാണ്. അതൊരു പ്രോട്ടോൺ പമ്പാണ്. അത് പ്രോട്ടോണിന്റെ ഡെൻസിറ്റി ഒരു ഭാഗത്ത് കൂടുമ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കും, റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറക്കത്തിന്റെ RPM എത്രയാണെന്നറിയോ? 7000 മുതൽ 8000 വരെ RPM-ലാണ് കറങ്ങുന്നത്. 7000 മുതൽ 8000 വരെ. നമ്മുടെ ഈ ഒരു ഫാനും കറങ്ങില്ല അങ്ങനെ കേട്ടോ. ഇത്രയും കറങ്ങെടുത്തിട്ട് ഇത്രയും ചൂടായിട്ട് ഒരു സാധനം കറങ്ങില്ല, ഇത്രയും കറങ്ങാൻ പറ്റില്ല. ഇപ്പോഴുള്ള പിന്നെ എന്താ പറയാ DC മോട്ടോറുകൾ പോലും, BLCD മോട്ടോറുകൾ പോലും അങ്ങനെ കറങ്ങില്ല. അത്ര സ്പീഡ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി ATP സിന്തേസ് മോട്ടോറുകൾ നമ്മുടെ ഓരോ കോശങ്ങളിലുമുണ്ട്. ഇതിന്റെ ഓരോ ഡിസൈൻ, അത് ആ ഡിസൈൻ എന്ന് വെച്ചാൽ സൂപ്പർ ഡിസൈനാണ്. സൂപ്പർ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മളതിനെ കണ്ടാൽ ഞെട്ടി വാ വിളിച്ച് നിന്നു പോകുന്ന ഡിസൈനാണ്.
അപ്പോൾ ദർ ഈസ് ഡിസൈൻ ഇൻ ഇറ്റ്, ദർ ഈസ് ഇന്റലിജൻസ് ഇൻ ഇറ്റ്. അപ്പോൾ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണതകളുടെ മൂലകളും അതേപോലെ ഗാലക്സികളും അതിന്റെ കറക്കങ്ങളും ഒക്കെ നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ഡിസൈനെ കുറിച്ച് പറയണ്ട. ലുക്ക് ഇൻ ടു അസ്, ലുക്ക് അറ്റ് അവർ ബോഡി ആൻഡ് സീ ദ ഡിസൈൻ, സീ ദ മാർവലസ് ബ്യൂട്ടിഫുൾ ഡിസൈൻ. അപ്പോൾ അത് ഞാൻ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാസ്ത്രത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റീഫൻ സി മേയർ കേൾക്കേണ്ട മനുഷ്യനാണ്. സ്റ്റീഫൻ സി മേയർ ഇന്റലിജൻസിന്റെ ശക്തനായ വക്താവാണ്. അതേപോലെ മറ്റൊരു മനുഷ്യനാണ് മൈക്കിൾ ബിഹി എന്ന് പറയുന്ന മനുഷ്യൻ. മൈക്കിൾ ബിഹി അദ്ദേഹമാണ് ഈ മോട്ടറൊക്കെ കൊണ്ടുവന്ന മനുഷ്യൻ. മോട്ടറിന്റെ ആളാണ് അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ്, റോമൻ കാത്തലിക് ആണ്. പക്ഷെ നല്ല ശക്തനായിട്ട് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന മനുഷ്യനാണ് മൈക്കിൾ ബിഹി. അതേപോലെ ജെയിംസ് ടൂർ, അദ്ദേഹത്തെ കേട്ടാൽ നിങ്ങൾ രസിച്ചു പോകും, രസകരമായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഇതിന്റെ സൈഡ് ലൈൻ ഞാൻ പറഞ്ഞതാണ്, കാരണം ശരീരത്തിനൊരു വേദശാസ്ത്രമുണ്ട്. ഇദ്ദേഹം നാനോ മോളിക്കുലർ ബയോളജിസ്റ്റ് ആണ് ടൂർ. അദ്ദേഹം കെമിസ്ട്രിയിലും നാനോ കെമിസ്ട്രിയും മൈക്രോ ബയോളജി ഒക്കെ പറയുന്ന കാര്യത്തിൽ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ രസകരമായിട്ട് ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സങ്കീർണമായിട്ടുള്ള ഡിസൈൻ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ എന്താണെന്നും ഒറിജിനൽ പർപ്പസ് എന്താണെന്നും വാട്ട് ഈസ് ദ മാൻഡേറ്റ് ഗിവൻ ടു ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ളതൊക്കെ ആ ഡിസൈനിലുണ്ട്. ഇതിപ്പോ ചുമ്മാ ഉണ്ടായതല്ല, ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ ഓരോ അവയവങ്ങളുടെ നിർമ്മാണത്തിലും ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. When God created, He created everything so marvelously. അത് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് തിയോളജി ഓഫ് ദി ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലാണ്. അപ്പോൾ അതിന് ഒരു കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനാണുള്ളത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇതിനെതിരെയുള്ള വലിയ ശക്തമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ ചക്രവാത ചുഴികളുണ്ട്. അത് നമ്മൾ മറക്കരുത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ ഒരു വില കുറഞ്ഞ കാര്യമായിട്ട് കാണുകയും നമ്മുടെ ബോഡി ഇമ്മറ്റീരിയൽ ആണെന്നും അത് ബോഡിക്ക് ഒരു വലിയ പ്രസക്തി ഇല്ലെന്നും ബോഡിക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നും നമ്മുടെ ആത്മാവും നമ്മുടെ ഉണ്മയുമാണ് വലുതെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. അങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ശരീരത്തെ കുറച്ച് വില കുറച്ച് കാണുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുകയും ശരീരത്തെ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ചിന്തകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് പുതിയ പുതിയ ചിന്തകളുണ്ട്. മൈ ബോഡി ഈസ് മൈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ ശരീരം എൻ്റെ എക്സ്പ്രഷനാണ് എന്ന് വെച്ചാൽ എൻ്റെ ചിന്തകളുടെ എൻ്റെ ആശയങ്ങളെയും പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ശരീരം എന്ന് പറയുന്ന പ്രസ്താവനയുണ്ട്. അതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ്, തിന്മയാണ്, പാപമാണ് എന്ന് പറയാം. കാരണം അങ്ങനെയല്ല ബൈബിൾ ശരീരത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഓർക്കണം. ശരീരത്തെ അങ്ങനെ വില കുറച്ച് കാണാനായിട്ട് അനുമതിയില്ല. ശരീരം ആകസ്മികമല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബോഡി ഈസ് നോട്ട് ആക്സിഡന്റൽ. യുവർ ബോഡീസ്, യുവർ ഫേസ്, യുവർ ഫീച്ചേഴ്സ്, യുവർ ബോഡി സ്ട്രക്ചർ ഈസ് നെവർ ആൻ ആക്സിഡന്റ്. നെവർ ആൻ ആക്സിഡന്റ്. എൻ്റെ മുഖം വേറൊരാളുടെ മുഖം പോലെ ആയിരുന്നെങ്കിൽ, എനിക്ക് അവരെ പോലെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, മുടി ഉണ്ടായിരുന്നെങ്കിൽ, തൊലിക്ക് കുറച്ചുകൂടി വെളുപ്പുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നെങ്കിൽ ഐ വുഡ് ബി മച്ച് മോർ ഗ്ലാഡ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദാറ്റ്സ് എ റോങ് ഐഡിയ, വെരി വെരി റോങ് ഐഡിയ. അങ്ങനെയല്ല. യുവർ ബോഡി ഫീച്ചേഴ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ഇൻഫിനിറ്റ് ഗോഡ്. ദൈവം തീരുമാനിച്ചു തന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ബോഡി ഫീച്ചേഴ്സ് ഒക്കെ ദൈവം തീരുമാനിച്ചതാണ്. നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന് തീരുമാനമുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരിക്കലും നിങ്ങൾ മോശമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മൂക്കിന് നീളം കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ, നീളം കുറച്ച് കൂടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പ്രപ്പോർഷൻ ഒക്കുന്നില്ല, താടി നീണ്ടുപോയി, എന്തെല്ലാം സങ്കടങ്ങളാണ് അല്ലേ. കോസ്മെറ്റിക് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ അപകർഷതയുണ്ട്. ചിന്തിക്കേണ്ട പ്രശ്നമില്ല. കാരണം ബോഡി ഈസ് ഡിസൈൻ. വെറുതെ ഉണ്ടായതല്ല, ഇൻസിഡന്റൽ അല്ല, ആക്സിഡന്റലും അല്ല. വെറുതെ ഉണ്ടായതല്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. അപ്പൊ സെക്ഷുവാലിറ്റി, ജെൻഡർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും അതും ക്രിയേറ്റീവ് ഡിസൈനാണ്. സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ. കാരണം ഇന്ന് ലോകം ഒക്കെ പറയുന്നത് വേറെയാണ്, തിരിച്ചാണ്. സെക്ഷുവാലിറ്റി ഈസ് എ സോഷ്യൽ തിങ് അല്ലേ. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ആ വാക്ക് കേട്ടിട്ടുണ്ടേ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ഇപ്പൊ നിങ്ങൾ ജെൻഡർ എന്ന് അടിച്ചു നോക്കിയാൽ ആദ്യം ഒരുപക്ഷെ ഗൂഗിളിൽ തെളിയുന്ന പ്രസ്താവന ഏതാണ്? ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ഡിസ്ട്രക്ഷൻ, അത് ഡിസ്ട്രക്ഷൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് എ കൺസ്ട്രക്ഷൻ അറ്റ് ഓൾ.
ജെൻഡർ ഈസ് നെവർ എ സോഷ്യൽ കൺസ്ട്രക്ട്. എപ്പോഴും ഓർത്തോടുക. ജോൺ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു തീസിസ് എഴുതി വെച്ച ഒരു പ്രസ്താവനയാണ്. തോറ്റ് തുന്നം പാടിയ മനുഷ്യനാണ് ജോൺ മണി, ഡോക്ടർ ജോൺ മണി. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ശുദ്ധ അബദ്ധമായിരുന്നു. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും വേണ്ടി പരീക്ഷിച്ച് 2 പിള്ളേരെ കുരുതി കൊടുത്ത മനുഷ്യനാണ് ജോൺ മണി. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ലോകത്തിലുണ്ട്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ തീസിസിൽ എഴുതി വെച്ചൊരു വാക്കാണ് ഈ വാക്ക്. അദ്ദേഹം മരിച്ചു, ഈ പരീക്ഷണത്തിന് വിധേയമായ ആളുകൾ മരിച്ചു. ആ ചരിത്രമൊക്കെ ആളുകൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞിട്ട് ഈ മനുഷ്യൻ എഴുതി വെച്ച് ഈ വാക്കിനെ എടുത്തിട്ട് ഗൂഗിൾ കാണിച്ചു തരികയാണ്. എന്താ പറയാ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്നു. സമൂഹമാണ്. നീ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകൾ സ്ത്രീകളാണ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകളൊക്കെ പുരുഷന്മാരാണ്. താടി വളർന്നാൽ, മീശ വളർന്നാൽ പുരുഷനാണ്, ബ്രോഡ് ചെസ്റ്റ് ഉണ്ടെങ്കിൽ പുരുഷനാണ്, 6 പാക്ക് ഉണ്ടെങ്കിൽ പുരുഷനാണ്, ഇങ്ങനെ ഇരുന്ന സ്ത്രീകളാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഞാൻ ആരെന്ന് എനിക്ക് തീരുമാനിക്കാം. എൻ്റെ ഉമ്മ ഞാൻ തീരുമാനിക്കും. എനിക്ക് പ്രായമാകുമ്പോൾ, ഞാൻ സമൂഹമായിട്ട് ഇടപെടുമ്പോൾ എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ധാരണകൾ കൊണ്ടുവരാം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താ പറയുക, ജെൻഡർ ഡൈഫോറിയ എന്നൊരു വാക്ക്, ഡിസ്ഫോറിയ എന്നൊരു വാക്കുണ്ട്. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈംഗികതയെ കുറിച്ച് ഒരു അങ്കലാപ്പ്, ഒരു ഉറപ്പില്ല. ഞാൻ കാത്തിരിക്കാൻ ഇത് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഹീട്രോസെക്ഷൽ ആവാം, ബൈസെക്ഷൽ ആകാം, ലെസ്ബിയൻ ആവാം, ഗേ ആവാം, ഇതൊക്കെ എല്ലാ സാധ്യതകൾ എനിക്കുണ്ട്. ഇതൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ട മേഖലകളാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ദിസ് എ ക്രിയേറ്റീവ് ഡിസൈൻ, ഒറിജിനൽ ഡിസൈൻ ക്രിയേറ്റഡ് ബൈ ആൻ ഇന്റലിജന്റ് ഡിസൈനർ. അതിന് കൃത്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. അപ്പോൾ തിയോളജി ഓഫ് ദി ബോഡി നമ്മൾ ശരിക്കും പഠിച്ചാൽ നമുക്ക് ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റും. ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. നമ്മുടെ ശരീരങ്ങൾ പാപത്തിന്റെ ഇരിപ്പിടമാണെന്ന് ചിന്തിക്കുന്ന ചിന്ത, ആ ചിന്തയ്ക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് കേട്ടോ. ബൈബിളില് ഒരുപക്ഷെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ദുരുപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്തായാലും പേരെന്നറിയോ? ശരീരം തിന്മയാണെന്നും നമ്മുടെ ആത്മാവാണ് കേവലെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് ബൈബിളില്. എന്താ ചിന്തയ്ക്ക് പേരറിയോ? നോസ്റ്റിസിസം എന്ന് പറയുന്ന ചിന്തയാണ്. നോസ്റ്റിക് ചിന്ത ഏറ്റവും പുരാതനമായിട്ടുള്ള ചിന്ത. കാരണം ബൈബിളിന്റെ കാലത്ത് അതിന് മുമ്പേ ഉള്ള ചിന്തയാണ്, പണ്ടേയുള്ള ചിന്തയാണ് നോസ്റ്റിക്. ഇന്നൊരു നിയോ നോസ്റ്റിക് ചിന്തയുടെ കാലമാണ്. ഇവിടെയുള്ള ഈ നിയോ നോസ്റ്റിക് ചിന്തയില് കടന്നു വന്നിരിക്കുന്ന കാര്യം പുതിയ രീതിയാണ്. അതുകൊണ്ടാണ് ശരീരം മുഴുവൻ ടാറ്റൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ശരീരം മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് പെയിന്റിന്റെ മാത്രം ആവരണം ഇട്ട് നൂൽ ബന്ധമില്ലാതെ സ്ത്രീകളെ കണ്ടിട്ടില്ലേ അല്ലേ? അവർ ശരീരമൊക്കെ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മൈ ബോഡി ഈസ് മൈ എക്സ്പ്രഷൻ, മൈ ബോഡി. നിങ്ങൾക്ക് എന്താ കാര്യം, എനിക്ക് എൻ്റെ ബോഡിയിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന പുരുഷന്മാരും സ്ത്രീകളും നിലനിൽക്കുന്ന കാലമാണത്. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ബൈബിളിലെ ഏറ്റവും കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള പ്രസ്താവന, ഏറ്റവും കൗണ്ടർ കൾച്ചറൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം. ബൈബിളിൽ ഏറ്റവും കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള പ്രസ്താവന 1 കൊരിന്ത്യർ 6:19-20 ആണെന്നാണ്. 1 കൊരിന്ത്യർ 6:19-20. എന്താ വാക്യം എന്നറിയാമോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പൊ ഈ ശരീരത്തെ കുറിച്ച് പറയുന്ന ഈ പ്രസ്താവനയാണ് ദ മോസ്റ്റ് കൗണ്ടർ കൾച്ചറൽ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ബൈബിൾ എന്ന് പറയുന്നത്. കാരണം വെച്ചാല് അന്ന് എത്രമാത്രം ഇതുണ്ടായിരുന്നു, ഇന്ന് അതിന് ഇരട്ടിയാണ് ഇന്നുള്ളത്. ഇന്ന് പറയുന്നത് നിന്റെ ശരീരം നിന്റെ വകയാണ്, അല്ലെങ്കിൽ ശരീരം എനിക്ക് പൂർണ്ണമായിട്ട് അവകാശമുള്ളതാണ്, ശരീരത്തിന് മേലുള്ള ദൈവത്തിനോ മറ്റാർക്കും അവകാശമില്ല, മറ്റാർക്കും ഒരു സ്വാധീനമില്ല എന്നൊക്കെ പറയുന്ന ആ ചിന്ത അത് അന്ന് ഇന്നും എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ എല്ലാ കാലത്തും കൗണ്ടർ കൾച്ചറായിട്ട് ബോഡിയെ കുറിച്ച് പറയുന്നത് ദിസ് ഈസ് നോട്ട് യുവർ ഓൺ, ദിസ് ഈസ് ഗോഡ്സ് ഡിസൈൻ, ഗോഡ്സ് ബോഡി, ഗോഡ് ഡിസൈൻ ഗോഡ്സ് ബോഡി. ദൈവം രൂപകൽപ്പന ചെയ്ത് നിങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളുടെ ശരീരമാണ്. അപ്പൊ നെവർ അണ്ടർമൈൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതൊരിക്കലും നമുക്ക് വില കുറച്ച് കാണാനായിട്ട് അനുമതിയില്ല എന്ന് നമുക്ക് ഓർക്കുക. അപ്പോൾ എത്ര തിന്മകൾ നമുക്ക് ഇവിടെ ഒഴിവാകുന്നറിയോ? അതായത് ട്രാൻസ്ജെൻഡറിസം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ട്രാൻസ്ജെൻഡറിസം, അത്തരത്തിലുള്ള എല്ലാ ചിന്തകളും, എല്ലാ ട്രാൻസ്ജെൻഡർ ചിന്തകൾ അതൊരു വലിയൊരു അംബ്രല്ലയാണ്. അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ചിന്തകൾക്കും ഒരു സ്ഥാനവുമില്ല. കാരണം യുവർ ബോഡി ഈസ് നോട്ട് യുവർ ഓൺ. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് എന്ത് അവയവത്തോടു കൂടി എന്ത് ജെൻഡറോട് കൂടി ദൈവം നൽകിയിരിക്കുന്നു, ദാറ്റ് ഈസ് യുവർ ജെൻഡർ, അസൈൻഡ് ബൈ ഗോഡ്, നോട്ട് ബൈ ദ സൊസൈറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാനായിട്ട് ഒരു അനുമതിയില്ല. നോക്കുക, ആ ട്രാൻസ്ജെൻഡറിസത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ അടുത്തത് ഐ ആം ഇൻ എ റോങ് ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞ മൂക്കിന്റെ കാര്യവും ചെവിയുടെ കാര്യവും മുടിയുടെ കാര്യവും പല്ലിന്റെ കാര്യവും ഒന്ന് ചിന്തിച്ച്, വലുപ്പത്തിന്റെ കാര്യവും തടിയുടെ കാര്യവും ഒന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട. യു ആർ നോട്ട് ഇൻ എ റോങ് ബോഡി, യു ആർ മേക്കിംഗ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി. അതുകൊണ്ട് യു ആർ നോട്ട് ഇൻ എ റോങ് ബോഡി.
പിന്നെ മൈ ബോഡി മൈ എക്സ്പ്രഷൻ, അത് ഒരു അംബ്രല്ല സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ മൈ ബോഡി ഡസൻ മാറ്റർ, അതും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്താവനയാണ്. അതുകൊണ്ടാണല്ലോ പട്ടിണി കിടന്നിട്ട് പിന്നെ എന്താ പറയുക ഏറ്റവും ലീനാവുക എന്നുള്ളതാണ് പെൺകുട്ടികളുടെ വലിയൊരു കാര്യം അല്ലേ. ഏറ്റവും ഒരു എന്താ പറയുക എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം ജീവനോടുകൂടി നടക്കുന്ന പെൺകുട്ടികൾ അല്ലേ. അപ്പൊ അത് ശരീരത്തിന്റെ എന്താ പറയുക ഫീമെയിൽ എക്സ്പ്രഷൻ അതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതൊക്കെ റോങ് കൺസെപ്റ്റുകളാണ്. അതേപോലെ അബോർഷൻ റൈറ്റുകൾ ഒന്നും, അതായത് എൻ്റെ ശരീരത്തിന്മേൽ എനിക്ക് അവകാശമുണ്ടെന്ന് സ്ത്രീ പറയുകയും അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വളരുന്ന ഭ്രൂണം എൻ്റെ അവകാശമാണ്, എനിക്ക് ഡിസൈഡ് ചെയ്യാം അതിനെ ടെർമിനേറ്റ് ചെയ്യണോ അതിനെ വളർത്തണോ എന്നുള്ള എൻ്റെ അവകാശമാണ്, കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ശരീര അവയവത്തെ എനിക്ക് നിയന്ത്രിക്കാം എന്ന് പറയുന്ന വളരെ തെറ്റായിട്ടുള്ള ചിന്ത വന്നതും മൈ ബോഡി ഈസ് മൈ ഓൺ എന്നുള്ള ചിന്തയിൽ നിന്നാണ്. അല്ലെങ്കിൽ ആ ചിന്തകളൊക്കെ തെറ്റാണ്. ഈ കൗണ്ടർ കൾച്ചറൽ പ്രസ്താവന ഓർക്കുക, നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പൊ ശരീരം ആക്റ്റീവായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യമാണ് ദൈവം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങൾ നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യും കാലും നിങ്ങളുടെ മസിലുകളും നിങ്ങളുടെ മുടിയും നിങ്ങളുടെ പല്ലും ഒക്കെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എന്ന് ഓർക്കുക. ഒരു 8-10-12 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചുള്ള അനാട്ടമി ഫിസിയോളജി പറയുന്ന ഒരു വീഡിയോ ആണ്. Reproductive system. So let's start by asking, what is the reproductive system? It's basically a system in our bodies that includes our sex organs and certain parts of our brain. You can see the sex organs here on the male and here in 2 places on the female. So this system within our bodies allows us to reproduce. It allows us to make babies. And to make babies, what we're doing is combining genetic material from a biological mother's egg and a biological father's sperm to make our offspring. And we typically do this via sexual intercourse. So let's first take a brief look at a couple of the most important sex organs that males and females have in their reproductive systems. So the males have the testes, and these are the most important structures, sort of the structures that everything else is built around in a male. And that's because the testes actually produce his contribution to a baby. They make these small mobile cells that carry his genetic material into a female to fuse with her genetic material to cause a pregnancy. And these small mobile cells are his sperm. Another important male organ is the penis. And the penis is used to deliver his sperm inside the female mate to increase the chance that it meets her egg. So those are really the major male organs. Now on the female side, one of her major organs is the ovary, and she has 2, just like how males have 2 testes. And in fact, the ovaries and testes are homologous. They came from the same precursor in development. Now the ovary is responsible for producing the female's genetic contribution to a baby, that is, the egg. The ovaries, though, are a lot different to the testes in that the testes are constantly producing lots and lots of sperm, to the tune of millions per day, whereas the ovaries only release 1 egg per month. So the next really important female organ is called the uterus. And the uterus is basically a really thick, muscular organ that's capable of stretching out, and it's actually where the baby is developing during pregnancy until birth. The next really important female structures are the breasts. And the breasts are important because they produce milk during pregnancy and afterwards via a process called lactation. And lactation happens due to a series of hormones that generally get released around pregnancy. So this breast milk that gets produced can feed and nourish the growing baby, and it actually plays a role in creating a stronger immune system for the baby. So we've seen some of the major structures of both male and female reproductive systems. But is that all the reproductive systems are? Actually, no. Besides producing the sperm and egg, the reproductive systems produce chemicals whose signals have a really strong influence over activities in our bodies. We call these chemicals hormones, and because they come from our reproductive systems, we refer to them as our sex hormones. For example, the male's major sex hormone, testosterone, which is actually produced in the testes, is responsible for many masculine traits, such as body hair, the deepening of your voice, muscle growth, and there's possibly even a link to levels of aggression in males. On the female side of things, the ovary is the primary producer of some major female hormones, like estrogen and progesterone.
Estrogen and progesterone play a major role in the timing of egg release from the ovaries. Estrogen is also responsible for the development of a lot of feminine traits, for example, breast development. So there's the making of the sperm in the egg, there's the production of the major sex hormones. What else does the reproductive system do? Well, it does one more really important thing, and that's coordinate the meeting of the sperm and the egg. And it does that via the male's penis and the female's vagina. These two organs are used to ensure that the sperm and the egg meet each other. So the penis actually deposits sperm within the vagina so that sperm has a better chance of reaching and fertilizing the egg released inside her reproductive tract. So you might be thinking, does the reproductive system do all this stuff on its own? I mean, what tells it what to do? And that's a good question. The reproductive system is actually controlled by the brain. There's an area in the brain called the hypothalamus that sits just about there on the inside of the brain, just about in the middle. And the hypothalamus actually releases a hormone called gonadotropin releasing hormone, or GnRH. GnRH affects another part of the brain called the anterior pituitary, which sits right about there, just under the hypothalamus. And the anterior pituitary, in response to GnRH, releases two hormones, luteinizing hormone, or LH, and follicle stimulating hormone, or FSH. And it's the luteinizing hormone and the follicle stimulating hormone that primarily affects the male and female sex organs, so the male's testes and the female's ovaries, to control their functions. Finally, a word on pregnancy, as pregnancy is a huge part of reproduction and certainly the most long-lasting part. So pregnancy results when a sperm successfully fertilizes an egg to create a zygote. A zygote is the first cell in a new organism that has genetic material from both mom and dad, and that genetic material has come from the sperm and the egg that have fused. The zygote goes through a series of developments and eventually implants itself within the inner wall of a woman's uterus to grow. So that's in here. Remember that thick muscular organ we talked about? The third step is what we'll really broadly call gestation. Gestation is basically the development of the fetus into a baby. So the development of all the fetus's organ systems, including their brain, spinal cord, lungs, cardiovascular system, their reproductive system, all the systems in their body. Gestation readies the developing infant to be born, and it takes about 9 months. When the baby's ready to come out of the uterus and into the world, a number of hormonal changes take place in the mother's body. This signals her to start getting ready to push the baby out of her body, in other words, give birth to the baby. She then goes through a process called labor, also known as parturition, to give birth to the baby. After the baby's born, the last step is to give him or her a name. ഈ അനാട്ടമി ഫിസിയോളജി പറഞ്ഞപ്പോഴേ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ ഏതാ? മനുഷ്യന്റെ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ ഏതാ? അവരതെല്ലാം മാറ്റിട്ട് നടുവിലൊരു സാധനം വെച്ചല്ലേ? തലയാണ്, ബ്രെയിനാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ. അല്ലാതെ നമ്മൾ ഈ ചിന്തിക്കുന്നു അല്ലട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഓർഗൻ എന്ന് പറയുന്നത് ഇതാണ്. മറ്റതൊക്കെ അതിന്റെ നിയന്ത്രണത്തിലുള്ള ചെറിയ ചെറിയ ഓർഗൻസാണ്. അപ്പൊ അതുകൊണ്ട് ഓർഗനെ കുറിച്ചൊന്നും വലിയ പേടിയൊന്നും വേണ്ട. ഓർഗന്റെ പ്രവർത്തനത്തെ കുറിച്ചോ യന്ത്രമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യന്ത്രമൊക്കെ പ്രവർത്തിച്ചോളൂ. ഇത് ശരിയാണെങ്കിൽ, ഇത് ശരിയല്ലെങ്കിൽ യന്ത്രം പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. യന്ത്രം ചെക്ക് ചെയ്യേണ്ടത് യന്ത്രമല്ല, ചെക്ക് ചെയ്യേണ്ടത് തലയാണ്. അപ്പൊ തലയ്ക്ക് ഉള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തലയ്ക്ക് ഉള്ള നിയന്ത്രണം വരുന്നത് നമ്മൾ ആദ്യം വായിച്ച കാര്യങ്ങളിൽ നിന്നാണ്. ദൈവത്തിന്റെ പദമാണ് തലയ്ക്കുള്ള ഫീഡിങ്. യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്നും ആരും ഭയപ്പെടേണ്ട. ടെസ്റ്റിംഗ് ഒക്കെ സമയത്ത് ചെയ്തോളും. അല്ല, ഇപ്പോഴൊന്നും ടെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, അതിനൊക്കെ സമയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ശരിയാണെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ ഓർഗൻ ശരിയാണെങ്കിൽ ബാക്കിയൊക്കെ അതിന് പിന്നാലെ വന്നോളും. അപ്പോൾ അത് ദൈവം എന്തൊരു പരിപാടി വെച്ചിരിക്കുന്നതിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എത്ര സംഭവങ്ങൾ, ഒരു എന്താ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. ഫീഡ്ബാക്കാണ്. അതിങ്ങനെ ഒരു ഹോർമോൺ അടുത്ത ഹോർമോണിലേക്ക്, അടുത്ത ഹോർമോണിലേക്ക് അതിൻ്റെ അളവ് ഇത്ര കുറയുമ്പോൾ വേറെ സംഭവം നടക്കും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫീഡ്ബാക്ക് പോകും. ബോഡിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഫിസിയോളജി പറയുന്ന ഒരു പ്രസ്താവന, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. പല പ്രവർത്തനങ്ങളും നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ്. നമ്മുടെ ബോഡിയുടെ പല റെസ്ട്രിക്റ്റീവ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ്. അതേപോലെ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും.
ഇതിനു വേണ്ടിയിട്ട് ദൈവം കുറെ ഹോർമോൺസ് തന്നിരിക്കുകയാണ്. അപ്പൊ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ പുരുഷനായിരിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ കൊണ്ടാണ്. അവന്റെ പുരുഷത്വത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട സാധനം അതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് അവന്റെ ബ്രെയിൻ നിറച്ചു വെച്ചിരിക്കുന്ന എഞ്ചിൻ ഓയിലില്ലേ, അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. നമ്മുടെ എഞ്ചിൻ ഓയിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ പുരുഷന്റെ ബ്രെയിൻ ടെസ്റ്റോസ്റ്റിറോണിലാണ്. അതേപോലെ സ്ത്രീക്ക് ദൈവം നൽകിയിരിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഈസ്ട്രജൻ അതേപോലെ തന്നെ സ്ത്രൈണതയുടെ എല്ലാ പ്രത്യേകതകളും ഭാവങ്ങളും ചിന്തകളും ഒക്കെ വരുന്നത്, തൊലിയുടെ പ്രത്യേകതകൾ, ശബ്ദത്തിന്റെ പ്രത്യേകതകൾ, ശരീരത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത് ഈ ഹോർമോൺ വെച്ചിട്ടാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ ഹയർ ഓർഡർ ഹോർമോൺസ്, ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ്. ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും നമ്മുടെ സെക്ഷുവൽ ഓർഗൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന തലയിലെ സൂപ്പർ ഹോർമോൺസ്, പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് തുടങ്ങിയ സാധനങ്ങൾ. അപ്പൊ ഇതെല്ലാം ചേർന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പദ്ധതി. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അടക്കി വാഴുക എന്ന ദ ഒറിജിനൽ ക്രിയേറ്റീവ് മാൻഡേറ്റ് നമുക്കിനെ കുറിച്ച്, മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ആ മഹത്തായ കൽപ്പന, അതിനു വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ് ഇത്. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, വെറുതെ വന്നതല്ല, തന്നെ ഉണ്ടായതല്ല. അപ്പോൾ ഇന്റലിജന്റ് ഡിസൈൻ ഇൻ ഇറ്റ്സ് ഫൈനസ്റ്റ് വേ ഈസ് ഡിസ്പ്ലൈഡ് ഇൻ അവർ സെക്ഷുവാലിറ്റി ആൻഡ് സെക്ഷൽ ഓർഗൻസ് ആൻഡ് സെക്ഷൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പൊ അത് ഭയങ്കര രസകരമാണ്. അതുകൊണ്ട് വെൻ യു സ്റ്റഡി ഇറ്റ്, ദാറ്റ് വിൽ ലീഡ് യു നോർമലി ടു പ്രൈസ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റി ഈസ് എ വണ്ടർഫുൾ തിങ്, സെക്ഷുവൽ യൂണിയൻ ഈസ് എ വണ്ടർഫുൾ തിങ്, സെക്ഷുവൽ ഇന്റർകോഴ്സ് ഫോർ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് എ ഹോളി തിങ് എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ദിസ് ഈസ് ഓൾ ഡിസൈൻഡ് ബിഫോർ ഹാൻഡ്. അപ്പോൾ അത്ര മനോഹരമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. അപ്പോൾ ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്ന പോലെ കല്യാണത്തിന്റെ ദ ചീഫ് എൻഡ് ഈസ് ടു ഗെറ്റ് എ സെക്ഷുവൽ പാർട്ട്ണർ എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ദ ചീഫ് എൻഡ് ഓഫ് എ മാൻ ഈസ് ടു ഗെറ്റ് എ സെക്ഷുവൽ പാർട്ട്ണർ. അങ്ങനെയല്ല കേട്ടോ. വെസ്റ്റ്മിൻസ്റ്റർ കാറ്റഗറിസത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വാട്ട് ഈസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ? എന്താ? ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആസ്വദിക്കുകയും ചെയ്യുക. ദാറ്റ്സ് എ ചീഫ് എൻഡ് ഓഫ് മാൻ. മനുഷ്യനെ കുറിച്ച് പുരുഷനെ കുറിച്ചൊന്നല്ല, മനുഷ്യവർഗത്തെ കുറിച്ച്, അത് പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യം, ദ ചീഫ് എൻഡ് ഓഫ് മാൻ ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം. ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ ആസ്വദിക്കാനുമുള്ള വലിയ വിളിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം സെക്ഷുവാലിറ്റി നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സമയത്ത് നടന്നോളും. നാണിക്കുകയോ പിന്നെ വളരെ പ്രയാസപ്പെടുകയോ പിന്നെ ആശങ്കപ്പെടുകയോ യന്ത്രം വർക്ക് ചെയ്യുകയോ എന്നുള്ള പിന്നെ ആശങ്കയിൽ കഴിയുകയോ ഒന്നും ചെയ്യേണ്ട. ഇത് യന്ത്രത്തെ നിയന്ത്രിക്കുന്ന ഈ സൂപ്പർ യന്ത്രം ഇതിനെ കൺട്രോൾ ചെയ്താൽ മതി. അതിന് ഫീഡ്ബാക്ക് കൊടുക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് വരും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്താൽ ബാക്കി യന്ത്രങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും ഒക്കെ പ്രവർത്തിച്ചോളും. നിങ്ങളുടെ യന്ത്രങ്ങളൊക്കെ വർക്ക് ചെയ്തോളും. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. അപ്പോൾ കുട്ടി ഉണ്ടായാൽ പേരിടണം. താങ്ക് യു.